ശ്രീരാമാവതാരത്തിനെ കുറിച്ച് മോഹൻജി വളരെ മനോഹരമായിട്ട് ഇവിടെ സ്വാംശീകരിച്ച് പറയുണ്ടായി. പ്രത്യേകിച്ച് രാമായണത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്ന് അദ്ദേഹം നമ്മളെയൊക്കെ ഓർമ്മിപ്പിച്ചു. അതിൽ ഗോവിന്ദ രൂപത്തിലുള്ള ധരിത്രി ഭൂമി ബ്രഹ്മദേവൻ്റെ ഒപ്പം വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാന്റെ അടുത്ത് പരിദേവനം ചെയ്ത് ഭഗവാൻ ഭൂമിയിൽ രാമനായിട്ട് ജനിക്കാം എന്ന് പറഞ്ഞ ആ ഭാഗം അദ്ദേഹം പറഞ്ഞു. ഈ തിരുവനന്തപുരത്ത് ഇരിക്കുന്നവരുടെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പലർക്കും ചിലപ്പോൾ അറിയായിരിക്കും, മുമ്പ് ഞാൻ 1-2 പ്രഭാഷണങ്ങളിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തുള്ളവരൊക്കെ ശരിക്കും അത് അറിയേണ്ടതാണ്, എല്ലാവരും അറിയേണ്ടതാണ്. ആ രാമാവതാരത്തിൻ്റെ തയ്യാറെടുപ്പായിട്ട് ഭഗവാനൊരു സ്വഭാവമുണ്ട്. ഭഗവാൻ ഞാനെല്ലാം അറിയുന്ന ആളാണ്, എനിക്കിപ്പോൾ നാളെ തന്നെ അപ്പം തന്നെ ഇറങ്ങിച്ചെല്ലാം, ഞാനിപ്പോൾ തന്നെ പോയിട്ട് കർമ്മനിരതനാവുമെന്ന് പറഞ്ഞിട്ട് വരുന്ന ആളല്ല. അദ്ദേഹം സർവകർമ്മ കുശലനാണെങ്കിലും അതിനൊരു പ്രിപ്പറേഷനുണ്ട് അദ്ദേഹത്തിന്. ആ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ആ രാമാവതാരം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ധ്യാനത്തിൽ പ്രവേശിക്കുകയാണ്, യോഗനിദ്രയിൽ. ആ യോഗനിദ്രയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഭൂമിയിൽ കൗസല്യാഗർഭത്തിൽ പ്രവേശിക്കുന്നത്. ആ ധ്യാനിച്ച ഭാവത്തിലാണ് പത്മനാഭസ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാമാവതാരത്തിന് മുമ്പുള്ള യോഗനിദ്രാഭാവമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാഭാവം. വില്ലുമംഗലത്തിന് ദിവാകരമുനിക്ക് ആ രൂപത്തിലാണ് ഭഗവാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ രാജാവായ രാമനെയും കാണാം, വനവാസത്തിൽ ഇരിക്കുന്ന രാമനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും, നാലമ്പലത്തിൻ്റെ അകത്ത് തന്നെ. കാരണം അതായി തീരാനുള്ള ഭഗവാന്റെ തയ്യാറെടുപ്പാണ് നമ്മൾ ആ 3 വാതിലുള്ള ആ മഹാശ്രീകോവിലിൻ്റെ അകത്ത് കാണുന്നത്. ആ ശ്രീപത്മനാഭനാകുന്ന ശ്രീരാമസ്വാമി എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. കർക്കിടകത്തിൻ്റെ മാസം എന്നുള്ളതിലുപരി, കർക്കിടകത്തിനെ അറിയുന്നതിലുപരി രാമായണത്തിൻ്റെ മാസം എന്നാണ് ഇന്ന് അറിയണമെന്ന് തുടക്കത്തിൽ രാമസ്വാമി ചേട്ടൻ പറഞ്ഞു. എന്താ പറയുക, അതൊരു വാസ്തവത്തിൽ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നിപ്പോൾ കർക്കിടകത്തിൻ്റെ ഒരു ലക്ഷണമില്ല. 2 ദിവസം കഴിഞ്ഞാലും മഴ ഉണ്ടാവുമോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ മഴ പോലും നൊസ്റ്റാൾജിയാക്കി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പഴയ കേരളത്തിൽ പ്രത്യേകിച്ച് 6 മാസത്തിൽ കൂടുതൽ മഴ പെയ്യുന്നൊരു നാട്ടിൽ, സർപ്പങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്ത്, എവിടെ നോക്കിയാലും കാടുകളുള്ളൊരു സ്ഥലത്ത്, ഇന്ന് വെട്ടിത്തെളിച്ചാൽ നാളെ അവിടെ ചെടി മുളയ്ക്കും. വളരെ വിറുലൻ്റായിട്ടുള്ളൊരു ക്ലൈമറ്റുള്ളൊരു സ്ഥലത്ത്, ഫംഗൽ അറ്റാക്കുകൾ കൂടിയിട്ടുള്ളൊരു സ്ഥലത്ത് പുറത്തിറങ്ങി മണ്ണിലിറങ്ങി പണിയെടുക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം വരുമ്പോൾ മനുഷ്യൻ ഒരു റീചാർജിങ്ങിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ ഔഷധസേവ കൊണ്ടും അതേമാതിരി തന്നെ ആത്മാവിനെയും മനസ്സിനെയും പോഷിപ്പിക്കാൻ ആധ്യാത്മികമായിട്ടുള്ള ആചരണങ്ങൾ കൊണ്ടും പുഷ്ടിപ്പെടുത്തിയിരുന്ന ഒരു മാസമായിരുന്നു. നമ്മളതിനെ പഞ്ഞമാസം എന്ന് വിളിച്ചിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെജോറിറ്റി ആൾക്കാർക്കും ഭക്ഷണത്തിന് വകയില്ലാത്തൊരു കാലമായിരിക്കും. ഒരു 150 കൊല്ലം മുമ്പ് കേരളത്തിൽ ചോറ് വെച്ചിരുന്നത് സമ്പത്തുള്ള ഗൃഹങ്ങളിൽ പോലും ഓണത്തിന് മാത്രമായിരുന്നു. ചോറ് എന്നുള്ളൊരു സംഭവത്തിന് അതിൻ്റെ ഈ ഫുഡ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് അതിസമൃദ്ധിയിൽ ജീവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പഞ്ഞമാസം ആയിരുന്നു അന്ന് അവരതെല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഇന്നാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ആത്മീയ ദാരിദ്ര്യമാണ്. കാരണം ദ ഡാർക്കസ്റ്റ് അവേഴ്സിൽ കൂടെയാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് അനവധി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ടെന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ വളരെ ഡാർക്കാണ്. ഇപ്പോൾ സമാജത്തിൻ്റെ നാനാമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്നെക്കാളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള എത്രയോ മഹത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ചെറിയ അഡ്വാൻറ്റേജ് ഇവിടെ ഇരിക്കുന്നവരിൽ വെച്ചിട്ട് എനിക്കുള്ളത് എന്താണെന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്, ഇപ്പോഴും സിനിമയുടെ അകത്ത് നിൽക്കുന്ന ഒരാളാണ്. മാധ്യമങ്ങളിൽ അതിൻ്റെ പരസ്യം അല്ലെങ്കിൽ സിനിമ തുടങ്ങിയിട്ടുള്ള മേഖലയായിട്ട് വന്നത്. അപ്പോൾ പെട്ടെന്ന് ചെറുപ്പക്കാർ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നൊരു മേഖലയായതുകൊണ്ട് ഒരുപാട് കുട്ടികളുമായിട്ട് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേറ്റീവ് ഇയേഴ്സിലെ നമ്മുടെ ക്രീം ഓഫ് ദി യൂത്ത് എന്ന് പറയാം, ചെറുപ്പക്കാരുടെ ഏറ്റവും ഒരു ക്രീം ലെവലിലുള്ള ആൾക്കാർ, അവർ ചിലപ്പോൾ വിശ്വാസികൾ പോലും അല്ലായിരിക്കാം എന്ന് വെച്ചിട്ട് നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നമുക്ക് പൂർണ്ണാരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരെയല്ലല്ലോ ആവശ്യം, രോഗികളെയാണ് നമുക്ക് ആവശ്യം. അവരെയല്ലേ ചികിത്സിച്ച് നേരാക്കാൻ പറ്റുള്ളൂ.
അങ്ങനെയുള്ള ആൾക്കാരെ കൃഷിക്ക് വിളവെടുക്കുന്നത് മാതിരി കിട്ടുന്ന മേഖലകൾ ഇതൊക്കെ. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാണ്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ അവരിൽ കാണുന്ന ഏറ്റവും വലിയ കുഴപ്പങ്ങളിലൊന്ന് ഞാൻ എന്താണെന്ന് വെച്ചാൽ, അവർക്കാണ് ഏറ്റവും കുറവ് ആത്മവിശ്വാസം. അതിന് കാരണം വീടുകളിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള നിന്നെ കൊണ്ട് പറ്റുമോ, നമ്മൾക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല, ഈ 2 വരികളാണ്. അത് പൊതുവിൽ കേരളീയമായിട്ടുള്ളൊരു മിഡിൽ ക്ലാസ്സിൻ്റെ എന്ന് പറയും. പക്ഷെ കേരളീയ മിഡിൽ ക്ലാസ്സിൻ്റെ, കേരളീയ ഹിന്ദു മിഡിൽ ക്ലാസ്സിൻ്റെ പ്രോബ്ലം അത്. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സ്വന്തമായിട്ട് വരുമാനമുണ്ടാക്കുന്ന ഒരു ഹിന്ദു ടീനേജറെ പോലും കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേരളത്തിൽ. എന്നാൽ മറ്റു മതസ്ഥരിൽ നേരെ തിരിച്ചാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ ഇതിലേക്ക് പോകുന്നതെന്നുള്ളത് പറയാം. ഇതേപോലെയുള്ള ഒരു വിഷയമാണ് ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ അറിവില്ലായ്മകൾ. നമ്മൾ ശരിക്ക് പരിഹരിക്കേണ്ടത് പുറത്തുള്ള ശത്രുവിനെക്കാട്ടിലും അകത്തുള്ള പോരായ്മ പരിഹരിച്ച് ഇവിടെ അടിത്തറ നന്നായി ഉറപ്പിച്ചിട്ട് വേണം അങ്ങോട്ടുള്ള പീരങ്കി വയ്ക്കാൻ. അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കോട്ട തകർന്നടിയാൻ അധിക കാലം വേണ്ടി വരില്ല. എത്ര സമ്മേളനം നടത്തിയിട്ട് വരില്ല. ഒരു ദിവസം ശരാശരി 2000-ൽ കൂടുതൽ മെസ്സേജുകൾ വരുന്നുണ്ട്. 18 സ്റ്റെപ്സ് എന്ന് പറയുന്ന നമ്മൾ നടത്തുന്ന ആ ചാനലിൻ്റെ ഒരു നമ്പറിലേക്ക് മാത്രം. ഈ 2000 മെസ്സേജുകൾക്കൊന്നും നമുക്ക് മറുപടി അയക്കാൻ പറ്റില്ല. അധികവും രോഗത്തിൻ്റെയും പരാധീനതകളുടെയും ഒക്കെ വിഷയമാണ്. പക്ഷെ അതിലും വ്യക്തമായിട്ട് വേറൊരു ചിത്രമുണ്ട്. ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നത്, രോഗദുരിതം അനുഭവിക്കുന്നത്, സാമ്പത്തികമായിട്ട് ഗതിയും പരഗതി ഇല്ലാതെ നിൽക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുവാണ്. അതിന് കാരണം ഒരു ഹിന്ദു വേറൊരു ഹിന്ദുവിനെ സഹായിക്കില്ല. സർക്കാർ സ്കൂളുകളിൽ സ്കോളർഷിപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഹിന്ദു കുട്ടിക്കുള്ളതല്ല. ശരിക്കും നോക്കി അതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ മാതിരി രാഷ്ട്രീയം പറയണ്ടല്ലോ. നമുക്ക് വളരെ കോറായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള ഇഷ്യൂസാണ് നോക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഈ വീടുകളിൽ നിന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. 2, നമുക്ക് നമ്മുടെ മതത്തിനെക്കുറിച്ചും നമ്മുടെ പദ്ധതികളെക്കുറിച്ചും 5 പൈസയുടെ വിവരമില്ലാത്ത, ഞാൻ നാടൻ ഭാഷയാണ് പലപ്പോഴും ഉപയോഗിക്കാറ്, അത് ചിലപ്പോൾ പാലക്കാട് ഭാഷ കയറി വരികയും ചെയ്യും. കാരണം ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അങ്ങനെയാണ്. എൻ്റെ ജന്മനാട് അവിടെയാണ്. 3, ഇപ്പം ഈ പറഞ്ഞ പരസ്പരം സഹവർത്തിത്വവും സ്നേഹിക്കാണ്ട്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബാങ്ക് ജപ്തി നടക്കുന്ന ഹിന്ദുവിൻ്റെ വീടാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യണത് ഹിന്ദുവാണ്. അവിടെയാണോ നമ്മൾ രാമായണം തുറന്ന് വായിച്ചുകൊണ്ടിരിക്കാൻ പോകണം? മിനിങ്ങാന്ന് 2 പ്രഭാഷണം ഉണ്ടായി തൃശ്ശൂർ. മിനിങ്ങാന്നല്ല, 4-ാം. രാവിലെ പൂങ്കുന്നം സമൂഹ മഠത്തിലും വൈകുന്നേരം പാണ്ഡ്യ സമൂഹ മഠത്തിലും. വൈകുന്നേരം വേദശ്രവണമായിരുന്നു, പക്ഷെ രാവിലെ രാമായണമായിരുന്നു. അവിടെ ഞാൻ എല്ലാവരോടും പറയാൻ ശ്രമിച്ചത്, അന്ന് ഞാൻ പറഞ്ഞു, അന്ന് അവിടെ പറയണതിൻ്റെ ബാക്കി ഞാൻ തിരുവനന്തപുരത്ത് പറയുന്നു. കാരണം ഈ വേദി അതിനുള്ളതാണ്. ആ വേദി വ്യക്തിപരമായിട്ട് രാമായണത്തിനെ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരണം, രാമനെ എങ്ങനെ വീട്ടിൽ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഇന്നലെ ഒറ്റ. ഇവിടെ രാമരാജ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആവണത് എങ്ങനെയാണ്. അത് ഞാൻ പൊളിറ്റിക്കലി അല്ല പറയണത്. എനിക്ക് നല്ല ഉറച്ച ബോധമുണ്ട്. ഞാൻ നിൽക്കുന്നത് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു മഹാസംഘടനയുടെ വേദിയിലാണ്. ക്ഷേത്രം വെച്ചാൽ ശരീരം, പദ്ധതി, ആചരണം, ആശയം, ഇതൊക്കെ ഉൾക്കൊള്ളുന്നൊരു വാക്കാണ്. അമ്പലങ്ങൾ എന്നുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നിർമ്മിതികൾ മാത്രമല്ല അവിടെ ക്ഷേത്ര സംരക്ഷണം കൊണ്ടുവരുന്നത്. പൊതുവായിട്ട് ധർമ്മ സംരക്ഷണ സമിതിയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി. അത് മാധവജിയുടെ ആദ്യകാലത്തെ റൈറ്റിങ്ങുകൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ബോധ്യം വരും. അത് രാമായണത്തിൽ സാറ് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള, അത് പല ആൾക്കാരും ഇപ്പോൾ നെഗറ്റീവിലാണ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം തന്നെ മായ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറഞ്ഞു. ആ മായയുടെ കൺസെപ്റ്റിൻ്റെ ഭാഗമാണ് രാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിലും ഫസ്റ്റ് മർഡർ സ്ത്രീയാണ്. കൃഷ്ണൻ 3-ാമത്തെ ദിവസം ജനിച്ച് 3-ാമത്തെ ദിവസവും മറ്റേ ആൾ 11-ാമത്തെ വയസ്സിലും സ്ത്രീയെ കൊന്നുകൊണ്ടാണ്. അവിടെ സ്ത്രീ എന്നുള്ളതല്ല കാണേണ്ടത്. ഏത് പ്രായത്തിലാണോ മായ ബാധിക്കുന്നത് ആ സമയത്ത് മായ അവിടെ വെച്ച് വധിച്ചേക്കണം എന്നാണ്. ഒരു കുഞ്ഞിനെ മായ ബാധിക്കാൻ 3 ദിവസം മതി. ഭഗവാന്റെ കാലമായ കൃഷ്ണൻ്റെ കാലമായപ്പോഴേക്കും അതിൻ്റെ പൊട്ടൻസി കൂടി. അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ശ്രീരാമസ്വാമിയെ വിശ്വാമിത്രൻ ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് അനുമതി മേടിച്ച് യാഗസംരക്ഷണത്തിന് കൊണ്ടുപോകുന്ന അവിടെയാണ് ശരിക്കും രാമായണത്തിൻ്റെ
ഏറ്റവും വലിയ ഫസ്റ്റ് പ്ലോട്ട് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതുമ്പോൾ പറയും ആദ്യത്തെ വഴിത്തിരിവ്. അതുവരെ അവിടെ ജീവിച്ച ഒരു കുട്ടി, അത്രയേ ഉള്ളൂ. പിന്നീട് മറ്റ് ആചാര്യന്മാർ ഭഗവാന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ, പ്രത്യേകിച്ച് വസിഷ്ഠ മഹർഷിയുടെ രചനയായിട്ടുള്ള വാസിഷ്ഠ രാമായണത്തിലാണ് ആ ഇടയിലുള്ള ഭഗവാന്റെ ഫോർമേറ്റീവ് ഇയേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടണത്. നമ്മൾ യോഗവാസിഷ്ടം എന്ന പേരിൽ പഠിക്കുന്നത് അതാണ്. ശ്രീരാമസ്വാമി ഒരിക്കൽ നാട് കാണാൻ പോയി. ബുദ്ധൻ്റെ കഥ പോലെ തന്നെ. ബുദ്ധനെ പുറത്തേക്ക് വിട്ടിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ശ്രീരാമൻ ഇതേപോലെ തന്നെ വാശി പിടിച്ച് അച്ഛൻ്റെ അടുത്ത് പറയണേ, എനിക്ക് നാട് കാണണം, എൻ്റെ പ്രജകളെയൊക്കെ ഒന്ന് എനിക്ക് കണ്ട് മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. സുമന്ത്രരുടെ കൂടെ പുറത്തു പോകുന്നു. രാജ്യം മുഴുവൻ നോക്കി നടന്നു കാണുന്നു. തിരിച്ചു വരുന്നത് ക്രഷ്ഫോളനായിട്ടാണ്, മനസ്സ് തകർന്നവനായിട്ടാണ് വരണം. 12 വയസ്സുള്ളൊരു കുട്ടിക്ക്, അല്ലെങ്കിൽ 11 വയസ്സുള്ളൊരു കുട്ടിക്ക് ഇത്രയും മനസ്സ് തകരാൻ മാത്രം എന്താ ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല. നേരത്തെ സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മ എപ്പോഴും ആദ്യം ചോദിക്കുക, നിൻ്റെ മുഖം എന്താ വാടിയിരിക്കണം, നിനക്ക് വിശക്കുണ്ടോ എന്നാ ചോദിക്കുക. കൗസല്യാദേവി ചോദിക്കണു ആദ്യം, നിനക്ക് വിശക്കുണ്ടോ. എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിലേക്ക് വാസിഷ്ഠ രാമായണത്തിൽ നിന്നായിരിക്കണം ഈ ആശയം എടുത്തത്. വിശക്കുണ്ടോ എന്നാ ചോദിക്കുന്നത്. രാമൻ ഒന്നും മിണ്ടുന്നില്ല. എത്ര ചോദിച്ചിട്ടും ഒന്നും മിണ്ടുന്നില്ല. നാച്ചുറലി അമ്മ അച്ഛനോട് പോയിട്ട്, ഭർത്താവിനോട് പോയിട്ട് പറയും, അതേ നോക്കൂ, രാജ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ, അതിനിടയ്ക്ക് മകൻ്റെ കാര്യം ഒന്ന് നോക്കണം. കുട്ടി ആരോടും മിണ്ടുന്നില്ല. ആ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം എപ്പോഴും മൗനിയായിട്ടിരിക്കുകയാണ്. എന്ത് ചോദിച്ചാലും ഇല്ല, ഒന്നുമില്ല, ഇപ്പം വേണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് എന്താണെന്ന് മനസ്സിലാവണില്ല. ദശരഥൻ പോയി ചോദിക്കും, നിനക്ക് എന്താ സംഭവിച്ചത്? അച്ഛാ, ഈ ലോകം മുഴുവൻ എത്ര ദുഃഖമാണ്, ദുഃഖമല്ലാണ്ട് ഞാനൊന്നും കാണണില്ല, ഇതിനൊന്നൊരു അറുതിയില്ലേ? മനുഷ്യൻ ഇങ്ങനെ നരകിച്ച് ജീവിക്കാനാണോ ജനിക്കണത് ഭൂമിയിൽ? മനുഷ്യ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഭഗവാന്റെ ഉള്ളിൽ നിന്ന്, ഒരു ശരാശരി സീക്കറുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യം തന്നെയാണ്, അന്വേഷകൻ്റെ. ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ദശരഥന് ഇതിനെങ്ങനെ ഉത്തരം കൊടുക്കണം എന്നറിയുന്നില്ല. ദശരഥൻ വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലും. വസിഷ്ഠൻ പറയും, അവൻ ഇവിടെ നിൽക്കട്ടെ ആശ്രമത്തിൽ കുറച്ച് ദിവസം, ഞാനൊന്ന് സംസാരിച്ച് അവൻ്റെ മനസ്സിന് സൗഖ്യം കൊടുക്കാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞ് ദശരഥനെ പറഞ്ഞേക്കും. സ്വാമി അവിടെ നിൽക്കും. അതിനുശേഷം രാമൻ്റെ അടുത്ത് നിൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും, അങ്ങനെ ഓരോ ചോദ്യമായിട്ട് ശ്രീരാമസ്വാമി ചോദിക്കും. അതിന് കഥകളോടും ഉദാഹരണങ്ങളോടും ഒക്കെ കൂടി വളരെ ആഴത്തിലുള്ള വേദാന്തത്തിൻ്റെ ചാറ് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് യോഗവാസിഷ്ടം വരുന്നത്. അപ്പം മായ എന്ന് പറയുന്നതിനെ അഡ്രസ്സ് ചെയ്യാൻ എക്യുപ്ഡ് ആയതിന് ശേഷമാണ്, വാൽമീകി രാമായണത്തിലോ അധ്യാത്മരാമായണത്തിലോ ആ ഭാഗം പറയണില്ലെങ്കിൽ പോലും വസിഷ്ഠൻ്റെ ഈ ശിക്ഷണം ലഭിച്ചതിന് ശേഷം തന്നെയാണ് താടകാവധം നടക്കുന്നത്. ആദ്യം തിയറി പഠിച്ചു, പിന്നെ പ്രാക്ടിക്കൽ ചെയ്തു. അവിടെ ചെയ്തത് എന്താ? ഞാൻ എന്തിനാ കഥ പറഞ്ഞു വെച്ചാൽ, യാഗസംരക്ഷണം ക്ഷേത്ര സംരക്ഷണമാണ്. രാമായണത്തിൻ്റെ ആദ്യത്തെ വഴിത്തിരിവ് ക്ഷേത്ര സംരക്ഷണം ചെയ്തുകൊണ്ടോ. യാഗം രക്ഷിക്കുന്നത് വഴി ധർമ്മത്തെ രക്ഷിക്കുകയും ചെയ്തു, ആരാധനയെ രക്ഷിക്കുകയും ചെയ്തു, വിശ്വാസങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്ത്, ഋഷികുലങ്ങളെ ബഹുമാനിക്കുകയാണ് ചെയ്ത്, അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തു. അതുകൊണ്ട് ശ്രീരാമസ്വാമി തന്നെയാണ് ക്ഷേത്ര സംരക്ഷണത്തിൻ്റെ ആദ്യത്തെ കൺകണ്ട ദേവത. ആ ഭഗവാൻ ആ ചെയ്ത ആ പ്രവൃത്തിയെ സ്മരിക്കാതെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകണ്ടെന്ന് മനസ്സിൽ തോന്നി. ക്ഷേത്രങ്ങളുടെ ഭീകരമായിട്ടുള്ള അവസ്ഥയുടെ കാലഘട്ടമാണിത്. ഇപ്പം ഞാൻ ഈ ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട്, ചിലവർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല, എന്നാലും കുഴപ്പമില്ല, ഐ ഡോണ്ട് കെയർ. നമുക്ക് എപ്പോഴാണ് നമ്മുടെ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് ഇത്രയ്ക്കും, ഇപ്പോൾ ഇന്നത്തെ പൊതുസമൂഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്, ഇവിടെ ഇരിക്കുന്ന കാലങ്ങളായിട്ട് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കാര്യമല്ല പറഞ്ഞത്. നമ്മൾ പുറത്തേക്ക് നോക്കുക, എന്നാണിപ്പോൾ ഇത്രയും വലിയൊരു ഇളക്കം വന്നത്? അയ്യപ്പ സ്വാമിയുടെ സ്വർണത്തിൽ പ്രശ്നം വന്നപ്പോഴാണ്. അപ്പം സ്വർണം പോയതാണ് നമ്മുടെ പ്രശ്നം. വി ആർ ബോതേർഡ് ഓൺലി അബൌട്ട് ഗോൾഡ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ഇത്ര സ്നേഹ ആൾക്കാർക്ക് എന്നാ വന്ന്? അകത്തും സ്വർണ്ണം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ്. എന്നോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി കോമഡി ആയിട്ട് പറഞ്ഞു, യു നോ വൈ ബീൽ നെലോറ ഈസ് നോട്ട് ഓപ്പൺഡ്? എന്തുകൊണ്ടാണ് ബീൽ നെലോറ തുറക്കാൻ പാടില്ലാത്തെന്നറിയോ? അതിൻ്റെ അകത്തൊന്നുമില്ല. സ്വർണ്ണമാണ് പ്രശ്നം, ഭഗവാനല്ല പ്രശ്നം. നമ്മളാരെങ്കിലും ബോധേഡാണോ നമ്മുടെ അമ്പലങ്ങളിലെ ഭഗവാന്മാരുടെ ചൈതന്യത്തിന് എന്താ സംഭവിക്കണം എന്നുള്ളതിനെ കുറിച്ച്?
ഞാൻ KDR തന്ത്രവിദ്യാഭ്യാസ പരിഷ്കരണ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു. ആ സമയത്ത് തന്ത്രവിദ്യാപീഠത്തിൻ്റെ അന്നത്തെ സെക്രട്ടറിയും ഗുരുവായൂർ മുൻ മേൽശാന്തിയായിരുന്ന തീയന്നൂർ ശങ്കരനാരായണ പ്രമോദ് നമ്പൂരിപ്പാട്, പിന്നെ മറ്റൊരു സുഹൃത്ത്, ഞങ്ങൾ 3 പേരായിരുന്നു കമ്മിറ്റിയിൽ. ഞങ്ങൾ കേരളത്തിലുടനീളം തന്ത്രം പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ സഞ്ചരിച്ചു. തന്ത്രവിദ്യാപീഠം എന്നുള്ളതൊരു ഐക്കോണിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് നമുക്ക് തൊടേണ്ട ആവശ്യമില്ല. എന്നാലും സമ്പ്രദായത്തിൻ്റെ ആവശ്യത്തിന് നമ്മളവിടെ പോയി നോക്കി ഫയലുകൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ അതായിരുന്നില്ല സ്ഥിതി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഒരു വഴിപാടിൻ്റെ ചീട്ടെടുത്തിട്ട് അമ്പലത്തിൻ്റെ അകത്ത് പൂജിക്കാൻ കൊടുക്കണതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. നമ്മുടെ ക്ഷേത്ര സംരക്ഷണം ആദ്യം തുടങ്ങേണ്ടത് ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ സംരക്ഷിക്കുന്നതെന്നാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ മഹാക്ഷേത്രംസ് ഓൾസോ. മഹാക്ഷേത്രങ്ങൾ നന്നായി നടക്കണു, അവിടെ ഭയങ്കര ശക്തിയാണെന്ന് ആരും വിശ്വസിക്കല്ലേ. ഞാനിതിൻ്റെ അകത്ത് ഈ അടുത്ത കാലത്ത് മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരാളാണ്. സുരേഷ് സാർക്ക് നന്നായിട്ടറിയാം, ഗുരുവായൂരപ്പൻ്റെ ഉദയാസ്തമന പൂജ മുടങ്ങിയപ്പോൾ മാത്രമാണ് പബ്ലിക് ടെലിവിഷനിൽ വന്നിട്ട് ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞതും അതിൻ്റെ തുടർച്ചയായിട്ട് ഗുരുവായൂർ പ്രക്ഷോഭം ഉണ്ടായതും കോവിലകം ഈ ചെർളയം കോവിലകം കേസിൽ കക്ഷി ചേർന്നതും അത് സുപ്രീം കോടതി വരെ പോയതും അതിനു വേണ്ടിയിട്ട് 1 വർഷക്കാലം ഇവിടെ ഇരിക്കണ തന്നെ പല അമ്മമാരടക്കമുള്ളവർ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് വിഷ്ണുസഹസ്രനാമം അഖണ്ഡമായിട്ട് ജപിച്ചതും ഞാൻ മറന്നിട്ടില്ല. അന്ന് ജനം TV ചെയ്ത ഒരൊറ്റ ലൈവാണ് ഗുരുവായൂർ പോലും ഉറങ്ങിക്കിടന്ന ആൾക്കാരെ ഉണർത്തിയത്. ക്ഷേത്ര സംരക്ഷണത്തിൽ ചൈതന്യത്തിൻ്റെ പങ്ക് എന്താണെന്നുള്ളത് തന്ത്രം പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയും. പക്ഷെ അവരാരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. കേരളത്തിലെ ഒരു മഹാക്ഷേത്രത്തിൻ്റെ അമരക്കാരനായിട്ടിരിക്കുന്ന ഒരാൾ വീട്ടിലൊരു ദുർദേവതയെ വെച്ച് പൂജ കഴിച്ചതിന് ശേഷമാണ് വന്നിട്ട് ശ്രീകോവിലിൻ്റെ അകത്ത് കയറുന്നത്. ഇതുണ്ടാക്കുന്ന ദുരിതം എന്താണെന്നറിയോ? തന്ത്രത്തിൽ പൂവിൻ്റെ ചില പ്രത്യേക അവസ്ഥകളിൽ, എനിക്കത് പബ്ലിക്കലി പറയാൻ പറ്റില്ല, പുഷ്പത്തിന് പല അവസ്ഥകളുണ്ട്. വിരിയുന്നതിന് മുമ്പുള്ള അവസ്ഥ, വിരിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ, വിരിഞ്ഞ് 2 ദിവസം ചില അവസ്ഥകളിൽ ചില ദേവതകൾക്ക് അർച്ചിക്കാൻ പാടില്ല, ചൈതന്യം ശോഷിക്കും. മനഃപൂർവ്വം തൻ്റെ അധികാരശക്തി ഉപയോഗിച്ച് ചൈതന്യം ശോഷിപ്പിക്കുന്ന അവസ്ഥയുള്ള പുഷ്പം കൊണ്ട് മാത്രം ബിംബത്തിലിടുന്ന മഹാത്മാക്കളുണ്ട് ഇവിടെ. ആൻഡ് ദേ ആർ എന്നിട്ടാണ് നമ്മൾ പുറത്തേക്കും തോക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയുടെ അകത്ത് വെടിവെച്ച് കൊല്ലേണ്ട ആൾക്കാരുണ്ട് ഇവിടെ, കോട്ടയുടെ അകത്ത്. ഇതുകൊണ്ട് ഹിന്ദുധർമ്മം തകർന്നൊന്നും വീഴില്ല. ആദ്യം വേണ്ടത് അകത്ത ശുദ്ധീകരണമാണ്. കാളിയുടെ കാവുകൾ ഞാൻ 3 ഭാഗം പറഞ്ഞു, ഒന്നും അറിഞ്ഞിട്ട് പറഞ്ഞല്ല. പാലക്കാട് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ തട്ടകത്ത് കളിച്ചു വളർന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിൽ അവർ, കുട്ടി ഇവിടെ മാത്രം വരണില്ലല്ലോ, ഒന്ന് വരൂ, ഒന്നും പ്ലാനിങ്ങിലല്ല പോയിട്ട് ചെയ്തതല്ല. പക്ഷെ ആ 3 ഭാഗമായി വന്ന പ്രഭാഷണം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ തെയ്യത്തിൻ്റെ സീസണിൻ്റെ സമയത്താണ് ഉണ്ടായത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ, ശാക്തയം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്ന വടക്കൻ കേരളത്തിലെ ഒരു വലിയ കാവില് കേരളാചാരത്തിലേക്ക് മാറ്റാൻ പോയ സമയത്ത്, കൃത്യസമയത്താണ് ഈ പ്രഭാഷണം പുറത്തു വന്നതും. അതിൻ്റെ കാരണം അവർ അന്ന് അവിടുത്തെ പുതിയ തലമുറ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിനെ ഇത് കേൾപ്പിച്ചിട്ട് അദ്ദേഹം ഭഗവതരുടെ മുന്നിൽ പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് കേരളാചാരത്തിലേക്ക് ആക്കാൻ നോക്കിയതിന് പ്രായച്ചിത്തം ചെയ്ത് പൂർവാചാരം സ്ഥാപിച്ചു എന്ന് കേട്ടതാണ്. എതിരഭിപ്രായം ഉള്ളവരുണ്ടാവാം, അതൊരു വിഷയമേ അല്ല. എന്താണോ റൂട്ട്, ആ റൂട്ടിൽ തന്നെ വെള്ളമൊഴിക്കണം. എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു ആശയത്തിനെ കൊണ്ടുവന്നിട്ട് ഹിന്ദുധർമ്മത്തിനെ മുഴുവൻ ആ ഒറ്റക്കല്ലിൽ കൊത്താൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. ഇത് പ്രകൃതിയുടെ വൈവിധ്യത്തിൻ്റെ ധർമ്മമാണ്. സാർ നേരത്തെ പറഞ്ഞു, അത് പ്രകൃതിയുടെ വൈവിധ്യത്തിനെ കുറിച്ച്. ഒരു പദ്ധതിയിൽ ക്ഷേത്രമുണ്ടെങ്കിൽ ആ പദ്ധതിയിൽ തന്നെ ആ ക്ഷേത്രത്തിനെയോ അല്ലെങ്കിൽ ആ കാവിനെയോ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. തിരിച്ചു പോകാൻ പറ്റുമോ ചോദിക്കും. പറ്റണം, പറ്റുന്നത്ര പറ്റണം. ഞാൻ ഫ്ലാറ്റുകളിൽ പോലും എങ്ങനെ ഒരു കാവുണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത് കേരളത്തിൽ എത്ര പേര് ചെയ്തു എന്നറിയില്ല. വിദേശങ്ങളിലും ബോംബെയിലും ബാംഗ്ലൂരും മദ്രാസിലും ഡൽഹിയിലും അടക്കം എത്രയോ മലയാളി കുടുംബങ്ങൾ അവരുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണികളിൽ ചെറിയ കാവുകൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരുന്ന ഫോട്ടോസ് ഇപ്പം ഏകദേശം 10,000 കടന്നിട്ടുണ്ട്. അത് മതി. കാലത്തിനനുസരിച്ചിട്ട് പ്രാക്ടിക്കലായിട്ട കാര്യങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്. രാമായണ മാസം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം എന്താ? കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും, കുറേ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യും. എന്താ പോസ്റ്റ് ചെയ്യണം? വടക്കോട്ട് തിരിഞ്ഞിരിക്കണം, കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം, 8 വരി തള്ളി 4ാമത്തെ വരി ഉന്തിത്തള്ളി മറിച്ചിട്ടിട്ടേ വായിക്കാൻ പാടുള്ളൂ. ഹനുമാൻ സ്വാമി നാമം ചെല്ലുമ്പോൾ വായിക്കാൻ പാടില്ല.
ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിങ്ങളെന്ത് ഭാഷ്കാണ് ഈ പറയണത്? ഹനുമാൻ സ്വാമി നാമം ജപിക്കാതിരിക്കണൊരു സമയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാമായണം വായിക്കാൻ സമയമില്ല. ഹനുമാൻ സ്വാമി സദാ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. അങ്ങോരുടെ നാമജപം നിർത്തിയിട്ട് നിങ്ങളിത് വായിക്കാനായിട്ട് നിൽക്കണ്ട. ഇത് ഞാൻ ലോട്ടറി കിട്ടിയിട്ട് പത്മനാഭസ്വാമിക്ക് സ്വർണം കൊണ്ട് തുലാഭാരം നടത്തുമെന്ന് പറഞ്ഞ മാതിരിയാണ്. അത് നടക്കില്ല. അതുകൊണ്ട് ഇത്തരം ഫാഡുകൾ, ഇപ്പം സാറ് നേരത്തെ ഉപയോഗിച്ച വാക്കുകൾ, അപനിർമ്മാണം, നവനിർമ്മാണം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഡീകൺസ്ട്രക്ഷൻ, റീകൺസ്ട്രക്ഷൻ, ന്യൂ കൺസ്ട്രക്ഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവിടെ ദരീദയും എന്താ പറയുക സാർത്തറും അല്ലേ, ഇതൊക്കെ എടുത്തിട്ട് കാലങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. ഇതൊക്കെ ചീഞ്ഞളിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാവാണ്ട് ഇപ്പോൾ പുതിയ കുപ്പിയിൽ നിറച്ചിട്ട് കൊണ്ടുവരികയാണ്. എനിക്കിപ്പോൾ വരണ വഴിക്ക് വളരെ മനോഹരമായിട്ടൊരു കാഴ്ച ഞാൻ കണ്ടു. കേരളത്തിലെ ആസ്ഥാന ബുദ്ധിജീവികളുടെ മുഴുവൻ ഒരു സമ്മേളനത്തിൻ്റെ പോസ്റ്റർ പൊളിഞ്ഞു കിടക്കണു. അതിൻ്റെ മുകളിൽ രാമായണ മാസാചരണത്തിൻ്റെ പോസ്റ്റർ ഇരിക്കുന്നു. നിങ്ങൾക്ക് തോന്നും ഇയാൾക്ക് എന്താ പ്രാന്ത. എൻ്റെ അകത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സുനിൽ സാറ് ട്രാഫിക്കിൽ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് വരാൻ കഷ്ടപ്പെടുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രദ്ധ തിരിയരുതല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുത്തില്ല. പക്ഷെ ഞാനത് കൺകുളിർക്കെ കണ്ട് ആനന്ദിച്ചു. കാലത്ത് വരുന്ന മാറ്റം. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ നുണയിടങ്ങളിൽ ഒരുത്തൻ്റെ മുഖത്താണ് ഇരിക്കുന്നത്. മഹാഭാരതത്തിന് രാമായണത്തിന് ഇങ്ങനെ വൃത്തികേടാക്കി പറഞ്ഞ ഒരു അധമ ജന്മം, അങ്ങനെ തന്നെ ഞാൻ പറയാം. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് സമാജ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തി മള്ളിയൂർ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശരത്തേട്ടാ, ഈ അടുത്ത് ഞാനൊരു ചാനൽ ചർച്ചയിൽ പോയിട്ടിരുന്നു. അവിടെ ഒരു യുവ നേതാവ് ഭാഗവതത്തിലൊക്കെ ഉള്ളത് കെട്ടുകഥയാണ് എന്ന് ശുഗമഹർഷി തന്നെ 12 സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്നും പറയാൻ പറ്റിയില്ല, ഞങ്ങളത് കേട്ടോണ്ടിരിക്കേണ്ടി വന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, സമാജ പ്രവർത്തനത്തിന് ഇറങ്ങണേന് മുമ്പ് അടിത്തറ ഉണ്ടാക്കാണ്ട പോയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കേണ്ടി വന്നവർ. ഇതിനുള്ള ഉത്തരം ഞാൻ അനവധി പ്രഭാഷണങ്ങൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പറയുന്നില്ല കൂടുതലൂടെ. രാമായണത്തിന് ചൊല്ലിയിട്ടുള്ള ഒരു സമ്മേളനത്തിൽ നമ്മൾ ഇതൊക്കെ പറയണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമൻ ധർമ്മ സംരക്ഷണ മൂർത്തിയാണ്, രാമൻ ക്ഷേത്ര സംരക്ഷണ മൂർത്തിയാണ്. രാമൻ്റെ ധർമ്മമാണ് നമ്മുടെ ധർമ്മം. രാമനെ ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയിട്ടല്ല ഇവിടെ പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു ചെറിയ കഥ പറയാം. വളരെയധികം കാലങ്ങൾക്ക് മുമ്പ്, കുട്ടിക്കാലത്ത് എപ്പോഴോ ഞാൻ ഇവിടെ വായിച്ചതാണ്. അതിനൊരു രാമായണ പ്രമാണമുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ശംഭുവൻ്റെ കഥ മാതിരി തന്നെയായിരിക്കും. ചില കഥകൾ നല്ല കഥകളാണ്, ഇല്ലാത്ത ചേർത്ത കഥകളാണെങ്കിൽ ചില കഥകൾ കുഴപ്പം പിടിച്ച കഥകളാണ്. ഗുഹനെ മാറോട് ചേർത്ത, ശബരിയുടെ കയ്യിൽ നിന്ന്, കാട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് കടിച്ച പഴം വാങ്ങിക്കഴിച്ച ഭഗവാൻ ശംഭുകനെ വെട്ടിക്കൊന്നു എന്ന് പറയുന്ന കോമഡിയാണ് ഉള്ളത്. പ്രക്ഷിപ്തങ്ങളെന്ന് പറയും. ഒന്നാമത് വാൽമീകി രാമായണത്തിൻ്റെ കോർ ടെക്സ്റ്റിൽ എവിടെയില്ല. അതിൻ്റെ ഒരു ഉത്തരഭാഗം എന്നുള്ളത് എത്രയോ വർഷം കഴിഞ്ഞിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ പല നമ്മുടെ തന്നെ മതപദ്ധതിയകത്തുള്ള ആൾക്കാർ പണ്ടത്തെ കാലത്ത് വിവേകാനന്ദ സ്വാമി പറഞ്ഞ അവസ്ഥയിലായിരുന്നല്ലോ കേരളവും ഭാരതവും മുഴുവൻ. ഭ്രാന്തിൻ്റെ മൂർധന്യത്തിലായിരുന്നപ്പോൾ അവരവരുടെ സൗകര്യത്തിന് എഴുതി ചേർത്തതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ആ ഭ്രാന്തിൻ്റെ ചികിത്സയായിട്ട് ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. പക്ഷേ അതിനെ തുരങ്കം വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ തന്നെ ചില വ്യക്തികളുടെ പേരൊക്കെ ഇവിടെ പറഞ്ഞു. അവർ പുതിയ പുതിയ രാമായണ വ്യാഖ്യാനങ്ങൾ നടത്തുന്നു, അവരുടെ രാമായണം സിമ്പോസിയങ്ങൾ നടത്തുന്നു. ഇപ്പം രാമായണം ആര് ഓൺ ചെയ്യണം എന്നുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമൻ ആരുടെയാണ്? ഈ അവസ്ഥയാണ് മായയുടെ മൂർധന്യ അവസ്ഥ. ആ കഥ വളരെ രസമാണ്, ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും പറയണം. രാമൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു പരാതിമണി സ്ഥാപിച്ച കഥ. ക്ഷേത്ര സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് പറയണത്. ക്ഷേത്ര സംരക്ഷണം മാത്രമല്ല, അതിന് വ്യാപകവും വിപുലവുമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ഒരു പരാതിമണി, കംപ്ലൈൻറ്റ് ബെൽ, കൊട്ടാരത്തിൻ്റെ പുറത്ത് കെട്ടിവെച്ചു. പക്ഷെ ആ പരാതിമണി മാറാല പിടിച്ചു പോയി. പരാതിയില്ല, ആരും അടിക്കുന്നില്ല. അടിക്കുന്നുണ്ടെങ്കിലല്ലേ മണി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ എന്നാലും ഒരു കംപ്ലൈൻറ്റ് ബോക്സ് വെക്കണം എന്നാണ്. എൻ്റെ രാജ്യത്ത് പെർഫെക്റ്റാണ്, അതുകൊണ്ട് കംപ്ലൈൻറ്റ് ബോക്സിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ല ഭഗവാൻ. തന്നിൽ എപ്പോഴെങ്കിലും ഒരു കുഴപ്പം വരാൻ സാധ്യത ഉണ്ടാകാം എന്നുള്ള മനുഷ്യൻ്റെ ആ വിനയബോധം ഭഗവാൻ കാണിച്ചു തന്നു നമുക്ക്. ഒരു മണി അവിടെ കെട്ടിത്തൂക്കി. ഒരു ദിവസം രാത്രി
ഒരു 9-10 മണി കഴിഞ്ഞപ്പോൾ, അന്നൊക്കെ മനുഷ്യർ 8 മണിക്കൊക്കെ കിടക്കുമായിരിക്കും. ഇന്നാണല്ലോ പുലർച്ചെ 4 ആയാലും കിടക്കാത്ത ആൾക്കാർ. എല്ലാവരും ഉറങ്ങി. ഭഗവാൻ സീതയൊക്കെ ഉപേക്ഷിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളതൊക്കെ. ഭഗവാൻ ഒറ്റയ്ക്കാണ് കിടക്കണത്. അത് ചിലപ്പോൾ ഒന്നും ഭഗവാൻ ഉറക്കം വരാതെ കിടക്കണ്ടാവും. രാത്രി പലതും ആലോചിച്ച്, പിറ്റേന്നത്തെ കാര്യങ്ങൾ ആലോചിച്ച് അതിരാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 9 മണി നേരത്ത് 10 മണി നേരത്ത് ശക്തമായിട്ട് ഈ മണിയടി അയോധ്യയുടെ കവാടങ്ങളുടെ അവിടുന്ന് രാത്രിയുടെ നിശബ്ദതയിൽ ഇങ്ങനെ കയറി വരും. ഭഗവാൻ ഉടനെ തന്നെ ലക്ഷ്മണൻ വാതിലിൻ്റെ പുറത്ത് പായ വിരിച്ചാൽ കിടക്കുക. ആലോചിച്ച് നോക്കുക. അപ്പോഴും വനവാസകാലത്ത് അതേ ചിട്ടയാണത്രേ ചേട്ടനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ. ലക്ഷ്മണൻ ചാടി എഴുന്നേറ്റിട്ട് രാമൻ പറഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അപ്പോഴേക്കും രാമൻ വാതിൽ തുറന്നിട്ട് പറഞ്ഞു, നീ പോയി നോക്ക്, ഇതെന്താ സംഭവം. അപ്പം ലക്ഷ്മണൻ പുറപ്പെട്ട് ചെല്ലുമ്പോഴേക്കും കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, സൈന്യം മുഴുവൻ പല പട്ടാളക്കാരും കൂടി നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും പിടിച്ചു മാറ്റാൻ പറ്റുന്നില്ല. ഈ മണിയുടെ മുകളിൽ കയറിയിട്ട് ഒരു കീരി, രക്തത്തിൽ കുളിച്ചിട്ടുള്ളൊരു കീരി കടിച്ചുകൊണ്ട് അടിക്കണം. അതിനെ ഇങ്ങനെ ആടി ആടി അടിക്കണം. അതിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് ഈ മണി അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇവർ ഈ രാത്രിയത്തെ ഉറക്കം പോയി ഇവർക്ക് ദേഷ്യം വന്ന് ഈ കീരി ശല്യം എന്ന് പറഞ്ഞിട്ട് ഇതിനെ എറിഞ്ഞു വീഴ്ത്താനും ഒക്കെ നോക്കുമ്പോഴാണ് ലക്ഷ്മണൻ ചെല്ലുന്നത്. ഭഗവാൻ ചെന്നിട്ട് പറയും, അരുത്, അത് ചെയ്യരുത് പറയും. ആൾക്കാരുടെ അടുത്തൊക്കെ മാറാൻ പറയും. ആ കീരിയുടെ അടുത്ത് പറയും, ഇങ്ങനെ കൈ കൊണ്ട് ആക്കിയിട്ട് ഇങ്ങോട്ട് താഴേക്കെന്ന് പറയും. ആ കീരി കടി വിട്ടിട്ട് താഴേക്ക് ചാടിയിട്ട് മനുഷ്യൻ്റെ ശബ്ദത്തിൽ സ്പഷ്ടമായ ഭാഷയിൽ, എനിക്ക് നിന്നോടല്ല സംസാരിക്കേണ്ടത്, എനിക്ക് രാജാവിനോടാണ് സംസാരിക്കേണ്ടത്. കീരി മനുഷ്യ ശബ്ദത്തിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മണന് മനസ്സിലായി ഇത് ചില്ലറക്കാരനായിട്ടൊരു കീരിയല്ല. അപ്പം പറഞ്ഞു, നിനക്ക് എന്ത് പരാതി ഉണ്ടെന്നുണ്ടെങ്കിലും നാളെ രാവിലെ രാജ്യസഭ കൂടുമ്പോൾ ആവാം, രാജാവ് ഇപ്പോൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. സ്വന്തം പ്രജ മുറിവേറ്റ് ചോര വാർന്ന് കരഞ്ഞു വിളിക്കുമ്പോൾ ഉറങ്ങണവൻ രാജാവോ? എനിക്കിപ്പോൾ കാണണമെന്ന് പറഞ്ഞു. ശ്രീരാമൻ ഈ വിവരം അറിഞ്ഞ് ശബ്ദവും ബഹളം, അദ്ദേഹവും പുറകെ വന്നു. ഭഗവാൻ വന്നപ്പോൾ ഈ രംഗം കാണുകയാണ്. ഉടനെ തന്നെ സഭ വിളിച്ചു കൂട്ടാൻ പറ്റി. അങ്ങനെ അർദ്ധരാത്രി ഭഗവാൻ സഭ വിളിക്കും. ഭഗവാന്റെ ഭടന്മാർ പോയിട്ട് സഭയിലെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിലൊക്കെ ചെന്ന് അവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. സ്വാമി കൽപ്പിച്ചിരിക്കണു, രാജാവ് കൽപ്പിച്ചിരിക്കണു, വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമൻ്റെ രാമരാജ്യത്തെ മഹാസഭ കൂടുകയുണ്ട്. ഫുൾ ഹൗസ് വേണമെന്നാണ് പറഞ്ഞത് കീരി. എനിക്ക് എല്ലാവരും കേൾക്കുകയാണ് ബോധിപ്പിക്കാനുള്ളത്. അങ്ങനെ കീരി അവിടെ വരണു. ശ്രീരാമൻ സിംഹാസനത്തിൽ വന്നിരുന്നിട്ട് ചോദിക്കും, നിനക്ക് എന്ത് പരാതിയാണ് ബോധിപ്പിക്കാനുള്ളതെന്ന് വളരെ ആ ആചാരത്തിനനുസരിച്ച് ചോദിക്കുമ്പോൾ കീരി പറയണ്, ഞാൻ ഇന്ന് രാവിലെ മുതൽ വിശന്ന് വലഞ്ഞ് നടക്കുകയായിരുന്നു, എനിക്കൊന്നും തിന്നാൻ കിട്ടിയില്ല. ഞാൻ ആ വിശന്ന് വലഞ്ഞിട്ട് നടക്കണ സമയത്ത് ഒരുപാട് നേരം വെയിൽ കൊണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര ദാഹം ഉണ്ടായി. ഞാൻ നഗരത്തിലെ അങ്ങാടിയിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ തിന്നാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് ആൾക്കാരുടെ കാലുകളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ അല്പം ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കുഴി കണ്ടു. ഞാൻ ആ കുഴിയിൽ കണ്ടപ്പോൾ ആ വെള്ളം ചെളിയാണെങ്കിൽ അത് വെള്ളം കണ്ട ആർത്തിയിൽ അത് കുറച്ച് കുടിച്ചിട്ട് പിന്നെ അതിൽ കിടന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. ഒരു സന്തോഷം, കീരിയല്ലേ, അതിൽ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. ഈ ഉരുണ്ട് കളിക്കുന്ന നേരത്തെ എൻ്റെ സമീപത്ത് കൂടെ പോയ ഒരു ബ്രാഹ്മണൻ്റെ ദേഹത്തേക്ക് ചെളി തെറിച്ചു. അയാൾ കോപം കൊണ്ട് അവിടെ കിടന്നൊരു വടിയെടുത്തിട്ട് എന്നെ തല്ലി ഈ അവസ്ഥയാക്കി. എനിക്ക് നീതി കിട്ടണം, ഇപ്പം അയാളെ അറസ്റ്റ് ചെയ്യണം, എനിക്ക് അത്രേ ഉള്ളൂ. ലക്ഷ്മണൻ വിചാരിച്ചു മനുഷ്യനെ രാത്രി ഉറക്കവും കളഞ്ഞിട്ട് വന്നിട്ട് കീരിക്ക് പറയാൻ കണ്ട കാര്യമെന്ന്. പക്ഷെ ഭഗവാൻ ഉടനെ തന്നെ ആ ബ്രാഹ്മണൻ്റെ വേറെ ബോട്ട്സൊക്കെ അന്വേഷിക്കാൻ ചാരന്മാരോട് പറഞ്ഞപ്പോൾ അവർ പോയി അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു, അയാളൊരു ദരിദ്രനാണ്, ആരുമില്ല അയാൾക്ക്. കുറച്ച് കാലം എവിടെയൊക്കെ എന്തോ പുറത്തൊക്കെ പോയിട്ട് എന്തോ ഒരു ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ പണിയൊന്നും ഇല്ലാണ്ട് അയോധ്യ വന്ന് താമസിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട്. ചില സമയത്തൊക്കെ ഭിക്ഷ എടുക്കണമെങ്കിൽ കാണാം, അങ്ങനത്തെ ഒരാളാന്ന് പിടിച്ചോണ്ട് വരാൻ പറയും. പിടിച്ച് ഇയാൾ ആലിലമാരി വരച്ച് ഇയാൾക്ക് എന്തിനാ അയാളെ പിടിച്ചോണ്ട് വരണമെന്ന് തന്നെ അറിയില്ല. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടു നിർത്തും. ഭഗവാൻ പറയും, ഇവിടെ ഒരു ആരോപണം നിങ്ങളെക്കുറിച്ച് വന്നിട്ടുണ്ട്, ആ ആരോപണം പറയാം എന്ന് പറഞ്ഞിട്ട് ആ അനുചരൻ്റെ അടുത്ത് ആ കുറ്റച്ചാർട്ട് വായിക്കാൻ പറയും, ഈ കീരിയുടെ പരാതി. ആ പരാതി വായിച്ച് കേട്ടപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്ന് ഇയാൾ ഈ കീരിയെ നോക്കിയിട്ട് ഇതാണോ നിങ്ങളുടെ അടുത്ത് പരാതി വന്ന് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ രാമൻ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലേ ഈ കീരിയെന്ന് ചോദിക്കും. എനിക്ക് നന്നായിട്ടറിയാം, ഇന്ന് രാവിലെ തൊട്ടിട്ട് ഞാൻ ഒരു വറ്റ് കഴിക്കാൻ കിട്ടാണ്ട വിശന്ന് നടക്കുക. വാസ്തവത്തിൽ ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ആരും എന്നെ ജപത്തിനും വിളിക്കുന്നില്ല, യാഗത്തിനും വിളിക്കുന്നില്ല, ഒന്നുമില്ല. ഞാൻ അത്യാവശ്യം പഠിച്ച ആളാണ്, വേദമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വരുമാനമില്ല, ദക്ഷിണയില്ല, ഒന്നുമില്ല. ഞാൻ വിഷമിച്ച് നടക്കണ സമയത്താണ് ആ അങ്ങാടിയിൽ കൂടെ നടക്കുമ്പോൾ ആകെ ഉള്ളൊരു വൃത്തിയുള്ള ഡ്രസ്സാണ് എൻ്റെ. ഈ വൃത്തിയിട്ട കീരി
ആ വെള്ളത്തിൽ കിടന്നിട്ട് തിരിഞ്ഞിട്ട് ഈ ചെളി മുഴുവൻ എൻ്റെ മേലെ ആക്കി. പിന്നെ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ നല്ല അടി കൊടുത്തു രാമ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാലും അവർ മിണ്ടാപ്രാണിയെ നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ശിക്ഷയുണ്ട്. നിങ്ങളൊരു ബ്രാഹ്മണനായതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കഠിന ശിക്ഷകളും തരാൻ പറ്റില്ല, ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലക്ഷ്മണനാണ് അത്ര ഏറ്റവും ഞെട്ടിയത്. കീരിനെടുത്ത് ചോദിച്ചു, ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഈ കൊച്ചുകുട്ടികളോട് ചോദിക്കില്ലേ, എന്താ ചെയ്യേണ്ടത്, ഇവനെ അടിക്കട്ടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അടിക്കട്ടെ എന്ന് ചോദിക്കില്ലേ? ഒരു രാജാവോ ഒരു ന്യായാധിപനും ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമോ? വാദിയുടെ അടുത്ത് ചോദിക്കണം പ്രതിക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന്. രാമരാജ്യത്ത് അതിനു മുമ്പ് അങ്ങനെ ഒരു കേട്ടുകേൾവി ഉണ്ടായിരുന്നില്ല. കീരി നിസ്സംശയം ഒന്നും ചിന്തിക്കാതെ പറയാണ്, മഹാരാജാവേ, ഇയാളെ അവിടുത്തെ ഖജനാവിന്റെ അധിപനാക്കിയാലും, അയോധ്യയുടെ കോസലത്തിന്റെ ഖജനാവിന്റെ ഫൈനാൻസ് ഹെഡാക്കിയാലും, കറൻസി ഡീലിങ്സ് ഒക്കെ ചെയ്യണ ഇതിന്റെ ഹെഡാക്കാൻ പറഞ്ഞു. രാമൻ ഒരു നിമിഷം പോലും ചിന്തിക്കാണ്ട് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ മുദ്രപത്രം വരുത്തി ഒപ്പിട്ട് അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുത്തു. ഉറങ്ങാൻ പോയി. ലക്ഷ്മണന്റെ ഉള്ളുറക്കം പോയി. ഇതെന്തപ്പം നടന്നതെന്ന് ഒരു പിടുത്തില്ല. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലായില്ല. എല്ലാവരും പോയി. രാമനോട് ചോദിക്കാൻ ആർക്ക് ധൈര്യമില്ല. ചോദിക്കാൻ ധൈര്യം ആകെ ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ ആകെ പെരുവരുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് രാമൻ പോയി കിടന്നേ ഉള്ളൂ. രാമൻ്റെ അടുത്ത് എന്ന് ചോദിക്കും, ചേട്ടാ അവിടുന്ന് അധർമ്മം പ്രവർത്തിക്കാത്ത ആളാണ്, ഇപ്പം നടന്നത് എന്താ? ആ കീരിക്ക് ഭ്രാന്തല്ലേ? ഈ ശിക്ഷ ഇയാൾക്ക് കൊടുത്തതിൻ്റെ ഔചിത്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ആ കിടക്കെ കിടന്നിട്ട്, ലക്ഷ്മണ, ആ കീരിയെപ്പോലെ ഒരു ബുദ്ധിമാനായിട്ടുള്ള പ്രജയുണ്ടായാൽ ഞാൻ അഭിമാനിക്കുന്നു. എന്തൊരു ബുദ്ധിയാണതിന്! ഒരു മനുഷ്യന് ഈ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം എന്താ പറയുക, ഈ രാജ്യം സമ്പന്നായേനെ. എന്നിട്ട് പറയുക, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. അപ്പോൾ പറയും, 3 തരം ധനങ്ങൾ. രാജ്യത്തിന് ചേർന്ന ധനം രാജസ്വം, സ്ത്രീക്ക് ചേർന്ന ധനം സ്ത്രീസ്വം, ദേവന്റെ ധനം ദേവസ്വം. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതാ. ഇത് ഭരിക്കണവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നരകങ്ങളിരിക്കുന്നത്. വേദം പഠിച്ച ബ്രാഹ്മണനായിട്ടും ഇരുത്തം വരാത്തത് കൊണ്ടും അത്യാഗ്രഹം ഉള്ളത് കൊണ്ടുമാണ് അവൻ ഇമ്പൾസീവായിട്ട് പെരുമാറിയത്. ഏത്? ഒരു പാവം കീരി വെള്ളത്തിൽ കിടന്നിട്ട് കളിച്ചപ്പോൾ ചെളി തെറിച്ചതിന്. നാച്ചുറലി അങ്ങനെയുള്ള ഒരുത്തൻ രാജ്യാധികാരവും ഖജനാവിൻ്റെ കീയും കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാ പെരുമാറുക? അവൻ കട്ടുപിടിക്കും. അവൻ കട്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവനെ പിടിക്കും. അവനെ പിടിച്ചിട്ട് നമ്മൾ അവനെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ചിത്രപഥം പോലുള്ള ശിക്ഷ കൊടുക്കും. പോരാണ്ട് ഈ ശരീരം പോയി കഴിഞ്ഞാൽ അവൻ കൽപ്പാന്തകാലം രൗരവ നരകത്തിൽ കിടന്നിട്ട് നരകിക്കും. അപ്പോൾ എത്ര കാലത്തേക്കുള്ള ശിക്ഷയാണ് ആ കീരിയുടെ പ്രതികാരം ഇവന് ഉറപ്പുവരുത്തിയിരിക്കണമെന്ന് ഇപ്പൊ വെയിറ്റ് ചെയ്യണം. ഇത് സ്വർണം കക്കണം, ഭഗവാന്റെ ഓരോ രൂപയും കക്കണം, ഓരോരുത്തർക്കും ഉള്ള ശ്രീരാമസ്വാമിയുടെ പാഠം. അതുകൊണ്ട് ചിലർ ജീവിച്ചിരിക്കുന്നുണ്ട്, ചിലർ പെട്ടെന്ന് മരിച്ചുപോയവനെ ശിക്ഷ കിട്ടിയുള്ളൂ എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇത് വെച്ച് വേവിക്കുക. വേവിച്ചിട്ട് ഒരു അവസ്ഥയാക്കും. ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ഇതും രാമരാജ്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞതും രാമരാജ്യമാണ്. അല്ലാണ്ട് അവിടെ കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫേക്ക് സ്റ്റോറിയും കൊണ്ട് കിടക്കണ്ടല്ലോ. ആ ഫേക്ക് സ്റ്റോറിയുടെതല്ല, ഇത് ഒറിജിനൽ സ്ഥലത്തെ കഥയുടെ പറഞ്ഞു. അവിടുത്തെ നീതി നിർവഹണത്തിൻ്റെ രീതിയാണ് പറഞ്ഞു. അപ്പം ഭഗവാൻ എങ്ങനെയാണ് ഇത്ര രസകരമായിട്ടൊരു നീതി നടപ്പാക്കിയതെന്ന് പറഞ്ഞത് ഈ ക്ഷേത്ര സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേദി ആയതുകൊണ്ട് മാത്രമാണ്. അതിനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം രാമരാജ്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്താ വരിക? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വളരെ സുവർണമായിട്ടുള്ളൊരു കാലം, ആദർശ രാഷ്ട്രം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം, ഈ രാമരാജ്യം എവിടുന്ന് ആരംഭിക്കുന്നത്? ഇത് എവിടുന്ന തുടങ്ങണത്? ഒരു വിത്ത് വേണമല്ലോ ഇതിന്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയാൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് അനുഭവിക്കുന്ന, ഹിന്ദു സൊസൈറ്റി എസ്പെഷ്യലി അനുഭവിക്കുന്ന അനവധി വിഷയങ്ങൾക്ക് ഉള്ള ഒരു ഉത്തരം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമ്മുടെ സമുദായാചാര്യന്മാരെല്ലാവരും, നമ്മുടെ ഋഷിമാരെല്ലാവരും വാസ്തവത്തിൽ പല കാലഘട്ടങ്ങളിലും നമ്മളെ ഇതിൻ്റെ വിവിധ വശങ്ങൾ തന്നെയാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ശ്രീരാമൻ ധരിച്ചിരുന്ന ഇക്ഷ്വാകു വംശത്തിൻ്റെ, സൂര്യവംശത്തിൻ്റെ കിരീടത്തിലാണോ രാമരാജ്യം തുടങ്ങിയത്? ആ കിരീടമാണോ രാമരാജ്യത്തിൻ്റെ ലക്ഷണം?
അല്ല. അതോ ശ്രീരാമൻ ഇരുന്ന, രഘു ഇരുന്ന, അജനിരുന്ന ആ സിംഹാസനാണോ? അതിലാണോ രാമരാജ്യത്തിൻ്റെ ആരംഭം? അതുമല്ല. അതോ ശ്രീരാമസ്വാമി അന്ന് എന്തെങ്കിലും ഒരു നിയമപുസ്തകം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മുടെ കാലഘട്ടത്തിലാണല്ലോ എത്രയോ മഹാബുദ്ധിമാന്മാർ, അതിവിദഗ്ധന്മാർ കഷ്ടപ്പെട്ട് എഴുതിയ, അനവധി ചർച്ചകൾക്കൊക്കെ ശേഷം എഴുതിയ ഒരു ഭരണഘടനയെ ഒരാൾ മാത്രമാണ് ഉണ്ടാക്കിയത് എന്നുള്ള തരത്തിലേക്ക് അധപ്പതിപ്പിച്ചില്ലേ നമ്മുടെ കാലഘട്ടത്തിൽ? അദ്ദേഹത്തെ അപമാനിക്കണു നാട് മുഴുവൻ പ്രതിമ വെച്ചിട്ട്. രാമൻ അങ്ങനത്തെ കോഡ് ഓഫ് കോണ്ടക്ട് ബുക്കുകൾ എഴുതിയിരുന്നോ നമുക്കറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും മികച്ച കോഡ് ഓഫ് കോണ്ടക്ട് പുസ്തകം. ഒരുപക്ഷെ മനുസ്മൃതിയെക്കാളിലും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായിരിക്കും രാമസ്മൃതി. രാമൻ അങ്ങനെ ഒരു പുസ്തകം എഴുതി വെച്ചിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ശ്രീരാമസ്വാമി ഒന്നും അവശേഷിപ്പിച്ചിട്ട് പോയിട്ടില്ല. താൻ എഴുതി വെച്ചതോ തൻ്റേതായിട്ടുള്ള ഉപദേശങ്ങളോ. നമ്മൾ രാമഗീത എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് കിട്ടുന്നത് മറ്റു പലരും ഭഗവാന്റെ ഉപദേശങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. കൃഷ്ണൻ അവശേഷിപ്പിച്ചു പോയ പോലെ ഒരു ഭഗവത്ഗീതയോ ഒരു അനുഗീതയോ ഒരു ഉത്തരഗീതയോ ഒരു ഉദ്ധവഗീതയോ നമുക്ക് ശ്രീരാമസ്വാമിയുടെ നിന്ന് കിട്ടിയിട്ടില്ല. കിട്ടിയിരുന്നെങ്കിൽ അത് വലിയ മഹാഭാഗ്യേനായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ഒരു നിയമപുസ്തകം ഉണ്ടായിരുന്നോ ചോദിച്ചാൽ അറിഞ്ഞൂടാ. അതിലാണോ രാമരാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടായിരുന്നത്? അതാണോ? ഒരു ഭരണഘടന പാസ്സാക്കുമ്പോഴാണല്ലോ ഒരു രാജ്യം റിപ്പബ്ലിക്കാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥയുടെ ഉദയം ഇന്ന ദിവസം തൊട്ടാണ്. നമ്മൾ 1950 ജനുവരി 26 എന്ന് പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു രാഷ്ട്രം സ്ഥാപിതമാകുകയാണ്. അത് ഭരണഘടന നിലവിൽ വരികയാണ്. അതുമാതിരി രാമൻ്റെ ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. എന്തായാലും ദശരഥം ഭരിച്ച പോലെയല്ല രാമൻ ഭരിച്ചത്. രാമൻ്റെ പൂർവികർ ആരും ഭരിച്ചതുപോലെയല്ല സ്വാമി ഭരിച്ചത് രാജ്യം. അപ്പം ഇതൊന്നല്ല രാമരാജ്യം ആരംഭിച്ചിരിക്കണം, അല്ലെങ്കിൽ അയോധ്യ കെട്ടിപ്പടുത്തത്. യുദ്ധം നടക്കാത്ത സ്ഥലം, യുദ്ധം സംഭവിക്കാത്ത സ്ഥലം, പരാജയപ്പെടുത്താൻ പറ്റാത്ത സ്ഥലം എന്നൊക്കെ അയോധ്യയ്ക്ക് അനവധി അർത്ഥങ്ങളാണ്. അവിടെ കലഹമില്ല. ആ കലഹമില്ലാത്ത അയോധ്യയിലാണ് മന്ധര കലഹം ഉണ്ടാക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം എവിടെയാണ് രാമൻ്റെ രാജ്യം ആരംഭിച്ചത്? നമ്മൾ രാമായണം, വാൽമീകി രാമായണം മൂലം എടുത്തിട്ട് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ, കാരണം വാൽമീകി രാമായണം മൂലത്തിൽ മാത്രമേ നമുക്ക് ശ്രീരാമസ്വാമി നമ്മളെപ്പോലൊരു പച്ച മനുഷ്യനായിട്ട് കാണാൻ പറ്റുള്ളൂ. വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും മാനസിക ചേർച്ച ആ ഗ്രന്ഥത്തിനോടാണ്. ബാക്കി എല്ലാറ്റിലും അദ്ദേഹത്തിനെ ഭഗവാനായിട്ടാണ് കാണുന്നത്. വ്യാസമഹർഷിയുടെ സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണത്തിൻ്റെ മലയാളം സ്വതന്ത്ര തർജ്ജമയാണ് എഴുത്തച്ഛൻ ചെയ്തത്. കൗസല്യ പ്രസവിച്ചപ്പോൾ ഭഗവാനെ സർവമംഗളരൂപിയായിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവായിട്ട് കണ്ടതായിട്ട് സാറ് നേരത്തെ ഇവിടെ പറഞ്ഞു. അത് എഴുത്തച്ഛൻ ഭാഗവതത്തിൽ നിന്ന് കൃഷ്ണാവതാരത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്. വാൽമീകി രാമായണത്തിൽ അത് കാണാൻ പറ്റില്ല. വാൽമീകി രാമായണത്തിൻ്റെ മൂലപാഠങ്ങളിൽ പലതിലും റിസൻഷൻസിൽ പാഠഭേദങ്ങളിൽ പിൽക്കാലത്ത് ചില ശ്ലോകങ്ങൾ എഴുതി കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും വാൽമീകി രാമായണം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും നമ്മളെപ്പോലെ ചിരിക്കുന്ന, കരയുന്ന, വേദനിക്കുന്ന ഒരു സാധാരണ പുരുഷൻ്റെ കഥയത്. അവിടെയാണ് നമുക്ക് ഭഗവാൻ നമ്മളോട് അടുത്തേക്ക് വരുന്നത്. ഭഗവാൻ ഇതൊന്നും കഷ്ടപ്പെടാണ്ട് ചുമ്മാ ഞാൻ വിഷ്ണു ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നാരദ മഹർഷി പറഞ്ഞു അവിടുന്ന് രൂപം എടുത്തിരിക്കുകയാണെന്ന് മറന്ന് നാരായണൻ്റെ ഭാവത്തെ കൈക്കൊള്ളരുതെന്ന് പറഞ്ഞു. അത് ഭക്തൻ എഴുതി വെപ്പിക്കണേ, അല്ലെങ്കിൽ ഭക്തൻ പറയണതാണ്. പക്ഷെ രാമൻ എന്നും മനുഷ്യനായിട്ടാണ് നിന്നിട്ടുള്ളത്. രാമൻ്റെ ദുഃഖം ആ മഴക്കാലത്ത് സുഗ്രീവൻ്റെ കയ്യിൽ നിന്ന് യാതൊരു ഹെൽപ്പും വരാതെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഭഗവാൻ കാത്തിരിക്കുന്ന മാസങ്ങളുണ്ട്. അവിടെ ഇരിക്കുന്ന സമയത്ത് രാമൻ്റെ സങ്കടം വാൽമീകി പറയണ കേട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ തന്നെ അല്ലേ തോന്നും. നമ്മൾക്കൊക്കെ വരുന്ന അതേ അവസ്ഥയാണ് ഭഗവാൻ കടന്നു പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവങ്ങളിൽ കൂടെ പടിയായിട്ട് ഉയർന്നിട്ട് ഒരു വലിയ രാഷ്ട്ര നിർമ്മിതിയുടെ ശില്പിയായിട്ട് മാറുന്നത് എന്നറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ലീഡർഷിപ്പ് ലെസൺ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ല അദ്ദേഹം ഭഗവാനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, സാധാരണക്കാരൻ പറയും മൂപ്പര് ഭഗവാനല്ലേ, അങ്ങോർക്ക് അതൊക്കെ പറ്റും. നമ്മൾ പാവങ്ങൾ, നമ്മൾ വായിച്ച് പുണ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം രാമായണം വായിക്കുക, പകർത്തില്ല. പക്ഷെ രാമൻ ആയിട്ട് മാറണമെങ്കിൽ അദ്ദേഹത്തിനെ ആ പെഡസ്റ്റലിൽ നിന്ന് പിടിച്ചിറക്കണം. നമ്മളിൽ ഒരാളായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കണം. ഈ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ആദ്യം പോയി നോക്കുക, എന്താ രാമൻ്റെ മനസ്സെങ്ങനെയായിരുന്നു. രാമൻ്റെ ഹൃദയത്തിലാണ് രാമരാജ്യം തുടങ്ങണത്, ആശയമായിട്ട് ഒരു മോഡൽ സ്റ്റേറ്റ്. അതിന് കാരണം എന്താ? ആ ചെറുപ്പത്തിൽ നമുക്ക് വാസിഷ്ഠ രാമായണം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ
ചെറുപ്പത്തിൽ സുമന്ത്രരൊപ്പം സ്വന്തം നാട്ടിൽ സഞ്ചരിച്ചപ്പോൾ അവിടെ കണ്ട ദുഃഖവും ദുരിതവും, ആ കുട്ടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയ ചോദ്യങ്ങളും, അതിനൊക്കെ വേദാന്തിക്കായിട്ടുള്ള ജീവിതത്തിൽ സഫറിങ് കർമ്മത്തിൻ്റെ ഫലമാണെന്നും ഇതൊരു ജനനമരണ ചക്രമാണെന്നും ഈ ശരീരം നശ്വരമാണെന്നും ഒക്കെ മനസ്സിലാക്കിയാലും ശരീരം ഉള്ളിടത്തോളം നമുക്ക് വിശക്കില്ലേ? ഭക്ഷണം കഴിച്ചല്ലേ പറ്റൂ, ജോലി ചെയ്തല്ലേ പറ്റൂ, എണീച്ച് നടന്നല്ലേ പറ്റൂ. അങ്ങനെ കഷ്ടപ്പെടുന്ന എൻ്റെ ജനങ്ങൾക്ക് എന്ത് കൊടുക്കും? അവിടെ വേദാന്തം പറഞ്ഞില്ലേ ഭഗവാൻ? റിസോഴ്സസിനെ ഓപ്റ്റിമമായിട്ട് യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുക ചെയ്ത്. അങ്ങനെ ഭരിച്ചത് കൊണ്ടാണ് രാമൻ 10,000 വർഷം ഭരിച്ചു എന്ന് നമ്മൾ പറഞ്ഞത്. 10,000 വർഷം നിറവോട് കൂടിയിട്ട് ഒരു രാഷ്ട്രം ഭരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിസോഴ്സ് അലൊക്കേഷൻ എത്രമാത്രം കുറ്റമറ്റതായിരിക്കണം എന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ, അല്ലേ? അപ്പോൾ അത് മുഴുവൻ ആദ്യം ഒരു ആശയമായിട്ടാണ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക. ആ ആശയം എവിടെ രൂപീകരിക്കപ്പെട്ടത്? ഹൃദയത്തിലാണ് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്നീ സംസാരിക്കുന്നതിൻ്റെ ഒക്കെ കാതലായിട്ടുള്ള കാര്യം കിടക്കുന്നത്. രാമരാജ്യം എന്ന് പറയുന്നത്, ഈ ഭാരതം എന്ന് പറഞ്ഞ നമ്മുടെ ഈ വിശാല രാഷ്ട്രത്തിൻ്റെ സ്വപ്നമൊന്നുമല്ല. അത് നമ്മൾ ഓരോ ഹൈന്ദവൻ്റെയും ഓരോ സനാതനധർമ്മിയുടെയും ജീവിത ലക്ഷ്യമാണ്. അത് എവിടെയോ ഡൽഹി പോലുള്ളൊരു നഗരത്തിൽ സ്ഥാപിക്കേണ്ടതല്ല, നമ്മുടെ അകത്ത് സ്ഥാപിക്കേണ്ട കാര്യമാണ്. ഭഗവാന്റെ ഹൃദയ സാമ്രാജ്യം നമ്മുടെ അകത്താണ് ഉണ്ടാവേണ്ടത്. അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ അന്വേഷണമാണ് വാസ്തവത്തിൽ ഓരോ രാമായണ മാസവും. രാമൻ ആദ്യം ഭരിച്ചത് ജനങ്ങളെയല്ല, തൻ്റെ ഭാര്യയെ പറഞ്ഞ് നിയന്ത്രിച്ച് നിർത്തി. ഞാൻ വീട്ടിൽ ഭയങ്കരനാണ്, മീശ പിരിച്ച ആമ്പളയാണ് എന്ന് തമിഴിൽ പറഞ്ഞ മാതിരി താൻ പോരിമ കാണിക്കല്ലേ, സ്വന്തം മനസ്സിനെയാണ് ആദ്യം കീഴടക്കിയത്. അവിടെയാണ് ഗ്രേറ്റ്നസ്. കാരണം ജയിക്കാൻ ഏറ്റവും കഷ്ടമുള്ള യുദ്ധം, രാവണനെക്കാട്ടിലെ അപകടകാരി നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെയാണ് രാമൻ ജയിച്ചതും ഭരിച്ചതും. മനസ്സെ രാവൺ ജോ നിക്കാലേ രാമകുസ്കെ മനുമഹേ എന്ന് ലഗാനിൽ പാട്ടിലുണ്ട്. മനസ്സെ രാവൺ ജോ നിക്കാലേ, ആരാണോ മനസ്സിൽ നിന്ന് രാവണനെ പുറത്താക്കണത് അവൻ്റെ മനസ്സിൽ രാമനുണ്ട്. അതുകൊണ്ട് മനസ്സിനെ ജയിക്കുക എന്നുള്ളതാണ്. ശ്രീരാമൻ ഒരു വലിയ രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷെ ഭഗവാൻ ആദ്യം ഭരിച്ചത്, ഭഗവാന്റെ ട്രെയിനിങ് പീരീഡ്, ഫോർമേറ്റീവ് ഇയേഴ്സ് മുഴുവൻ അദ്ദേഹം തൻ്റെ മനസ്സിനെ ഭരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആദ്യം കീഴടക്കിയത് ആ മനസ്സിനാണ്. കൊച്ചു കുട്ടിയാവുമ്പോൾ തൊട്ട് ഒരു ചെറുപ്പക്കാരന് വരേണ്ട എല്ലാ പ്രലോഭനങ്ങളും കടന്ന്, ദശരഥന് പോലും അനവധി ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ പ്രമുഖർ മാത്രമായിരുന്നു 3 പേര്. രാമൻ ഏകപത്നി വ്രതക്കാരൻ. അന്നത്തെ കാലത്തെ ഒരു അപവാദമായിരുന്നു ഭഗവാൻ, ഇൻ കോട്ട്സ്. ഒരു സ്ത്രീയെ മാത്രം പ്രണയിച്ച് ആ സ്ത്രീയെ മാത്രം വിവാഹം ചെയ്ത് ആ സ്ത്രീക്ക് വേണ്ടി ജീവിച്ച് ആ സ്ത്രീ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും പുനർവിവാഹം ചെയ്യാണ്ടിരുന്ന് സന്യാസിയെ പോലെ ജീവിച്ച രാമൻ. താൻ കീഴടക്കിയ മനസ്സ്, അതിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ പ്രജകളും അതൊക്കെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ജനങ്ങളെ ആധ്യാത്മികമായിട്ട് കൂടെ പോഷിപ്പിച്ച മഹാത്മാവും കൂടിയായിരുന്നു ഭഗവാൻ. അതുകൊണ്ടാണ് അവസാനം വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ അയോധ്യാവാസികളെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോയത്. ഏത് ഭരണാധികാരിക്ക് ചെയ്യാൻ സാധിക്കും? കാരണം ഈ രാമരാജ്യം ആദ്യം അദ്ദേഹം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലായതുകൊണ്ടാണ്. പട്ടാഭിഷേകത്തിൻ്റെ തലേന്ന് കിരീടം ശിരസിൻ്റെ വെറും ഒരു ചാൺ ദൂരെ മാത്രം ഇരിക്കണ സമയത്ത് കാട്ടിലേക്ക് പോകൂ എന്ന വാക്ക് കേട്ടിട്ട് ആ ചെറുപ്പക്കാരനായിട്ടുള്ള ഭഗവാന്റെ മുഖം ഒരു നിമിഷം പോലും വാടിയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിന്ന് ഒരു തുള്ളി രോഷം പോലും പൊടിഞ്ഞില്ല. ഈ ഉള്ളിലുണ്ടായിട്ട് പുറത്തഭിനയിച്ചതാണോ? അല്ല. ഭീഷ്മരെ പോലെയാണ്. അച്ഛൻ പറഞ്ഞു, ചെയ്തു. ഭഗവാൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഭീഷ്മരെ. അങ്ങ് അച്ഛനോടുള്ള സ്നേഹം ഓവറായി കാണിക്കുകയും ക്ഷത്രിയധർമ്മം മറക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇന്ന് യുദ്ധം ഉണ്ടായതെന്ന് വീണ് കിടക്കണം ഭീഷ്മരുടെ മുഖത്ത് നോക്കിയിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്. ഭഗവാനെ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കും. അങ്ങ് യുദ്ധത്തിന് കാരണമെന്ന് ഒരു ചിരിയോട് കൂടിയിട്ട് ഭഗവാൻ പറയും. അതെങ്ങനെയെന്ന് ചോദിക്കും. അങ്ങ് വിവാഹിതനായിരുന്നെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ, ചന്ദ്രന്റെ ബ്ലഡ് ലൈൻ അങ്ങയിൽ കൂടെ വരുമായിരുന്നു, ഇങ്ങനത്തെ സങ്കരവർഗ്ഗങ്ങൾ ഉണ്ടാവുമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നത് പറഞ്ഞാൽ പറയും ജാതി പറയാന്ന്. ഞാനത് പറഞ്ഞൊരു റീലുണ്ട്, അതിൻ്റെ താഴെ യുദ്ധമാണ്. ഏകദേശം 40 ലക്ഷം ആൾക്കാരെങ്ങാണ്ട് കണ്ടു റീലുണ്ട്. ഞാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞാണ്, ആരോ കട്ട് ചെയ്തിട്ടതാ. അതിൻ്റെ താഴെ അട്ടിപ്പിട്ടിയാണ്, ഇയാൾ ജാതി പറയണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മുക്കുവനായ വ്യാസമഹർഷി എഴുതിയ മഹാഭാരതത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിനെ പ്രസവിച്ച അമ്മയെ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. സത്യവതിയുടെയും അച്ഛൻ്റെയും സ്വാർത്ഥത എന്ന് ഭഗവാൻ എടുത്തു പറയണു. ഒരു രാജ്യം നശിച്ചത് അങ്ങനെയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഭീഷ്മരെ കുറ്റപ്പെടുത്തുന്നില്ല.
ഭീഷ്മരോട് പറഞ്ഞത് അങ്ങയുടെ പ്രഥമ ധർമ്മം മകൻ എന്നുള്ള നിലയ്ക്കായിരുന്നില്ല, രാജാവ് എന്നുള്ള നിലയ്ക്കായിരുന്നു, ജനങ്ങളോടായിരുന്നു അങ്ങയുടെ കടമ എന്ന്. ഇത് രണ്ട് നിറവേറ്റിയ ആളാണ്. അച്ഛനോടുള്ള കടമയും നിറവേറ്റി, ജനങ്ങളോടുള്ള കടമയും നിറവേറ്റിയ ആളാണ് ശ്രീരാമസ്വാമി. അച്ഛന് വേണ്ടി രാജ്യം ഉപേക്ഷിച്ചു, ജനങ്ങൾക്ക് വേണ്ടി ഭാര്യ ഉപേക്ഷിച്ചു. കാരണം എന്താ? താൻ വിശ്വസിക്കുന്ന രാഷ്ട്രസങ്കല്പം അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് ഉദയം ചെയ്തുകൊണ്ടാണ്. ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആദർശം ആറ്റിക്കളഞ്ഞിട്ട് പോയനായിരുന്നു. ഈ ആരെങ്കിലും പറഞ്ഞിട്ട് കിട്ടുന്ന ആശയങ്ങളുടെ പ്രശ്നം അതാണ്. ഉള്ളിന്നുണ്ടായി വരണം. ഉള്ളിന്നുണ്ടായി വരുന്നതിന് നമ്മൾ തല പോയാലും കളയില്ല. അതുകൊണ്ട് രാമരാജ്യം അകത്തുനിന്നുണ്ടാവാത്തടത്തോളം കാലം നമ്മൾ കാണിക്കുന്ന ഈ ശ്രമങ്ങളൊക്കെ വേരില്ലാത്ത വൃക്ഷത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകും. ഫണ്ടമെന്റൽസ് വർക്കൗട്ട് ചെയ്യണം. കൈകേയുടെ അടുത്ത് ഒരു പരിഭവം പോലും പറയാണ്ട് അച്ഛൻ്റെ വാക്ക് സത്യാക്കാൻ വേണ്ടിയിട്ട് മരവരി ധരിച്ചിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് ആ ആക്സെപ്റ്റൻസ് ആണ്. അവിടെ രാമൻ തൻ്റെ മനസ്സിനെ കീഴടക്കുക ചെയ്തു. രാമൻ്റെ ആ ചെയ്തിയെ ഗ്ലോറിഫൈ ചെയ്യല്ല, നമ്മൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി നോക്കുക. എന്തായിരിക്കും ആ വാർത്ത ആദ്യം കേട്ടപ്പോൾ? എനിക്ക് അച്ഛനെ അനുസരിക്കാൻ, അച്ഛന് വേണ്ടിയിട്ടൊരു ത്യാഗം ചെയ്യാൻ ഒരു അവസരം വന്നല്ലോ. അതായിരിക്കും അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവുക, അല്ലേ? അങ്ങനെ ഒരു ആദ്യം എപ്പോഴാണോ രാജവസ്ത്രങ്ങൾ കളഞ്ഞിട്ട് അച്ഛാ ഞാൻ കാട്ടിൽ പൊക്കോളാം എന്ന് പറഞ്ഞത്, ആ സെക്കൻഡിൽ രാമൻ സ്വന്തം മനസ്സിൻ്റെ രാജാവായിട്ട് അഭിഷിക്തനായി. വിച്ഛിന്നാഭിഷേകം വാസ്തവത്തിൽ ബാഹ്യം മാത്രമായിരുന്നു. യഥാർത്ഥ രാമൻ്റെ പട്ടാഭിഷേകം നടന്നത് രാമൻ കാട്ടിലേക്ക് പുറപ്പെട്ട നിമിഷത്തിലാണ്. കാരണം രാമൻ മനസ്സിനെ ജയിച്ച് ചക്രവർത്തിയായി. അതിൻ്റെ മുകളിൽ ചക്രവർത്തി പ്രപഞ്ചത്തിൽ ഇല്ല. അവനവൻ്റെ മനസ്സിനെ ജയിക്കുന്നവനാണ് ഏറ്റവും വലിയ ചക്രവർത്തി. അതിന് സാധിക്കുമോ? കൂടപ്പുറപ്പുകളെ ഞാൻ കാര്യമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നു. ഇത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ ആദ്യം പഠിപ്പിക്കണം, മനസ്സിനെ ജയിക്കാൻ പഠിപ്പിക്കണം. നമുക്കറിയണ രീതിയിൽ മതി, നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് മതി. നിരുത്സാഹപ്പെടുത്തിയിട്ടല്ല, പ്രോത്സാഹിപ്പിച്ചിട്ട്. ഒരു കുട്ടി ജനലിൽ പടച്ചു കയറുമ്പോൾ നമ്മൾ അയ്യോ അയ്യോ വീഴും 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 പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കും. ഇങ്ങനെ 50 പ്രാവശ്യം പറഞ്ഞൊരു കുട്ടിയാണ് നാളെ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ പഠിക്കുക. അവൻ ജീവിതത്തിൽ റിസ്ക് എടുക്കില്ല. അവൻ എപ്പോഴും ആലോചിക്കും, ഇത് സേഫാണോ, ഇത് സേഫാണോ. അതുകൊണ്ടാണ് കേരളത്തിലെ ഹിന്ദുക്കൾ ഇന്നും സർക്കാർ ജോലി എന്നും പറഞ്ഞിട്ട് വേഴാമ്പലിനെ പോലെ ഇരിക്കുന്നത്. ഹിന്ദുക്കൾ സ്വന്തമായിട്ട് സംരംഭക ശേഷി ഇല്ലാണ്ടായി മാറിയത് അതുകൊണ്ടാണ്. ഇന്ന് സമാജം നേരിടുന്ന ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന് ഹിന്ദു സംരംഭകരുടെ കുറവാണ്. എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ മേഖലയിൽ. ഇത് ഞാൻ കൂടുതൽ എലാബറേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ കേരളത്തിലെ ഭക്ഷണ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് തന്ത്രവും മാന്ത്രികവും കൂടെ പറയാനുണ്ട്. എന്ത് പുറമേക്ക് ഭസ്മക്കുറി അതും ഇതിട്ട് നടന്നാലും ഈ കഴിക്കണ ഭക്ഷണത്തിൻ്റെ അകത്തു കൂടെ വരുന്ന ചില മാന്ത്രികങ്ങളുണ്ട്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത് നമ്മുടെ തലമുറകളെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. അതുകൊണ്ട് കിരീടം നഷ്ടപ്പെട്ടിട്ടും മനസ്സിൻ്റെ സമനില നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനേക്കാളും വലിയ പരീക്ഷണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് നിൽക്കുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളം, വായു, കഴിക്കുന്ന ഭക്ഷണം, വിശ്വസിക്കുന്ന ആൾക്കാർ, ചുറ്റിനുമുള്ളവർ, നമ്മളിരിക്കുന്ന വ്യവസ്ഥകൾ, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ, ആശുപത്രികളാണെങ്കിലും മറ്റ് ഏതിലും ഇന്ന് മതം മാത്രം നോക്കുന്നൊരവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ചില ഇൻഡസ്ട്രികൾ പൂർണ്ണമായിട്ടും തീരെഴുതപ്പെട്ട് കഴിഞ്ഞു. ഇതൊന്നും പുറത്തുള്ളവരോടുള്ള യുദ്ധപ്രഖ്യാപനത്തിനല്ല ഞാൻ പറയണത്, അകത്തേക്ക് നോക്കുക. നമ്മുടെ അടിത്തറയില്ലായ്മ എത്രമാത്രം ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാവും. 2 മിനിറ്റ് ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ. 2 മിനിറ്റ് ഒരു കാര്യത്തിൽ. ആ നമ്മളാണ് മറ്റ് മതസ്ഥര് അവരുടെ കുട്ടികളെ ചിട്ടയായിട്ട് രാവിലെ 4 മണിക്കും 5 മണിക്കും മതപാഠശാലയിലേക്ക് വിടുന്നതിനെ വിമർശിക്കണത്. നാണമില്ലേ നമുക്ക്? നാണമുണ്ടോ നമുക്ക്? ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല അത്? എന്തുകൊണ്ട് നമുക്ക് ഇത്രയധികം ക്ഷേത്രങ്ങൾ? ഇപ്പം ഇന്നാളെ ഞാൻ കേരളത്തിൽ 20,000 സംതിങ് ക്ഷേത്രങ്ങളുണ്ടെന്ന് കണ്ടു. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ 20,000+ ആണ്, 30,000 പോലും ഇല്ല ക്ഷേത്രങ്ങളുള്ളത്. അതിൽ കുറേ എണ്ണം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളായിരിക്കും. ഈ അല്ലാതെ ക്ഷേത്രങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഒരു സംഘടനയുടെയും പോലും സഹായമില്ലാണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല 2 വാക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംരംഭങ്ങൾ ഉണ്ടാവാത്തത്? ഈ മതസമിതികളിലും കമ്മിറ്റികളിലും അവരവർ നാരായണീയം വായിക്കുകയും ലളിതാ സഹസ്രനാമം വായിക്കുകയും വിഷ്ണു സഹസ്രനാമം വായിക്കുന്നതുകൊണ്ട്
ആ തലമുറ കടന്നു പോകുന്ന തലമുറയാ. അവര് മോക്ഷാർത്ഥികളാണ്. വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്താ നടക്കണത്? ഒന്നും നടക്കുന്നില്ല. ആ തലമുറയ്ക്ക് കൊടുക്കേണ്ടത് രാമൻ്റെ ഈ ശക്തിയാണ്, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി. അവിടെ വെറുതെ കുറേ കഥ പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, എങ്ങനെ രാമായണം അപ്ലൈ ചെയ്യാം, എങ്ങനെ ഭഗവത്ഗീത അപ്ലൈ ചെയ്യാം, എങ്ങനെ ഭാഗവതം അപ്ലൈ ചെയ്യാം, എന്താണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, സ്മൃതികൾ ധർമ്മശാസ്ത്രാദികളിൽ പറഞ്ഞിട്ടുള്ളത്, അതെങ്ങനെ നമ്മുടെ ജീവിത വിജയത്തിന് അപ്ലൈ ചെയ്യാം. നമുക്ക് സന്യാസിമാരെ അല്ല വാർത്തെടുക്കേണ്ടത്, നമുക്ക് നല്ല വിജയികളായിട്ടുള്ള സംരംഭകരെയും സ്പോർട്സ്മാൻമാരെയും. വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഇനിയും മറക്കാനുള്ള കാലമായിട്ടില്ല. അത് കേരളത്തിന് തന്നെ ഏറ്റവും ആവശ്യം. സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു 14-15 വയസ്സ് തൊട്ട് സാധിക്കണം. ഇന്നൊരു ഓൺലൈൻ കാലത്ത്, എയുടെ കാലത്ത് ഇതൊന്നും ബുദ്ധിമുട്ടുള്ളതല്ല. അതിന് ഉത്തമ ഉദാഹരണം നോർത്തിലെ പല സ്റ്റേറ്റുകളിലും ചെറുപ്പക്കാരായിട്ടുള്ള ഹിന്ദു കുട്ടികൾ 15 വയസ്സാകുമ്പോഴേക്കും അവർ സ്റ്റോക്ക് ട്രേഡിംഗ് തുടങ്ങും. സ്റ്റോക്ക് ട്രേഡിംഗ്, ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന, ഇത്ര റിസ്ക് ഉള്ള ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ഹിന്ദു കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും നോർത്തിലെ പല സംസ്ഥാനങ്ങളിലും. അവരുണ്ടാക്കുന്ന എന്താ, ഒരു ദിവസം 1.5 ലക്ഷം രൂപയാണ് അവരുണ്ടാക്കുന്നത്. പണത്തിന് പുറകെ പോകാനാണോ പഠിപ്പിക്കേണ്ടി വയ്ക്കും? നോക്കൂ, മഹാലക്ഷ്മിയെ നന്നായിട്ട് ഉപയോഗിച്ചാലേ സമാജം നിലനിൽക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഹിന്ദുമതം വിട്ട് പുറത്തേക്ക് ആൾക്കാർ പോകുന്നതിന്റെ വലിയൊരു കാരണം ഹിന്ദു പട്ടിണി കിടക്കണ ഹിന്ദു സഹോദരനെ ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാത്തതുകൊണ്ടാണ്. ഈ പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശത്ത് ഒരു ട്രസ്റ്റ് ഉണ്ട്. എനിക്കറിയണ ഒരു പയ്യനാണ്, നമ്മൾ ഫണ്ട് ചെയ്യുന്നതാണ്. എനിക്കറിയണോണ്ട് ഞാൻ പറയാം. നമ്മുടെ മേഖലകളിലും അതേമാതിരി തന്നെ വീട് ജപ്തിയാവണ അവസ്ഥകളിലും വരാവുന്ന സഹായം ചെയ്തുകൊണ്ടാണ് സമാജ പ്രവർത്തനം നടത്തുന്നത്. പിന്നെ ഈ പ്രഭാഷണങ്ങളും, അല്ലാണ്ട് വേറെ ഒരു പണിയും ചെയ്യുന്നില്ല. പിന്നെ പടയോട്ടത്തിൽ തകർന്ന അമ്പലങ്ങൾ നേരാക്കുക, 18 അമ്പലം നേരാക്കി ഇതുവരെ. ഇതൊന്നും ചെണ്ടോട്ടറില്ല, ഒരു സംഘടനയും ഇല്ല. എനിക്കാവണം, അണ്ണാറ കണ്ണം തന്നാലാവണം എന്നുള്ള മാതിരി ചെയ്യുന്നു. ഞാൻ ആ ട്രസ്റ്റിൽ നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്ത്, സംഘമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള ഒരു മഹാത്മാ, ഒരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് പ്രചോദനം തന്നിട്ടുള്ള ഒരാൾ. അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, ശരത്തെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിത്യാന്നദാനാണ്, വളരെ കഷ്ടത്തിലാണ്, നമുക്ക് എന്തെങ്കിലും മാസാമാസം ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ നമ്മൾ ആസ് എ പോളിസി സംഘടനകളെ ഏൽപ്പിക്കണ പതിവില്ല. എനിക്ക് പിള്ളേരുണ്ട്, ചെന്നൈയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്, ബാംഗ്ലൂരുണ്ട്. എല്ലാ വീക്കെൻഡുകളിലും ഏതെങ്കിലും ഒരു നല്ല ശുദ്ധമായിട്ട് പാചകം ചെയ്യണ സ്ഥലത്ത് രാവിലത്തെ പ്രാതലാണെങ്കിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ലെമൺ റൈസോ ഒരു കറിയോ അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ കുറഞ്ഞത് ഒരു 500 പൊതി ഉണ്ടാക്കി അത് ചെറിയ പെട്ടി ഓട്ടോയിലോ കാറിലോ എന്തിലെങ്കിലും വെച്ച് ഈ വഴിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. മെറീന പോലുള്ള സ്ഥലങ്ങളിൽ, മദ്രാസിലാണെങ്കിൽ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ പ്രദേശങ്ങളിൽ വഴിയിൽ കിടക്കുന്ന ആൾക്കാർ, ബുദ്ധിസ്ഥിരത ഇല്ലാണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവർ തുടങ്ങിയിട്ടുള്ളവർക്ക് കൊടുക്കുകയാണ് പതിവ്. അപ്പം ഞാൻ ഈ സ്ഥലത്ത് പോയി, ഞാൻ പറഞ്ഞു ഞാനൊന്ന് വരാം. ആദ്യം ഞാനൊരു ചെറിയ പൈസ അയച്ചു കൊടുത്തു. പിന്നെ ഞാനവിടെ ചെന്നു. ഞാനവിടെ ചെന്നപ്പോൾ ഇത് സ്ഥാപിച്ച ആളെ കണ്ടു. അവൻ എനിക്ക് അവരുടെ ബാങ്കിൻ്റെ സിറ്റുവേഷൻ കാണിച്ചു തന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അന്നദാനം നടത്താൻ വേണ്ടിയിട്ട് ആ പാവം ബാങ്ക് ലോൺ എടുത്തിട്ട് കടത്തില്ല. നമ്മൾ പറയും കടമെടുത്തിട്ട് ദാനം ചെയ്യരുതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്ത് മണ്ടത്തരാടാ കാണിച്ചത്, ഇങ്ങനെ ചെയ്യാൻ പാടും? അപ്പോൾ അവൻ പറയാം, ചേട്ടാ ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ നിത്യം ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇതാ ഇവർ അപ്പുറത്ത് പോയിട്ട് മറ്റേൽ ചേരുന്നു. അത് പൂർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെടുക്കണമെന്ന്. അവൻ ഒരു സംഘടനയുടെ സഹായമില്ല പാവം. അവൻ ചെയ്യണേനെ ഉപദ്രവിക്കാനാണ് നോക്കിയിരിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള പല ആൾക്കാരനെ. അവൻ കടത്തിലായിരിക്കുന്നു, അവൻ്റെ കടപ്പാടം പണയത്തിൽ. അപ്പം അവനെ മെല്ലെ 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 നമ്മൾ പുറത്തേക്ക് കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവരുടെ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ കാണുകയാണ്, അവിടെ അറ്റത്ത് കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രത്തിലെ മൂർത്തിയെ അവിടെ കൊണ്ടേ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അത് കാട് പിടിച്ച് കിടക്കണു. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? അതല്ല, അത് പണ്ട് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു മെയിൻ ആൾ വന്നിട്ട് പറഞ്ഞാണ്, നമുക്ക് ആ അമ്പലത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ അമ്പലമായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യാം, ഞാനായിരിക്കും അതിൻ്റെ പ്രധാന ആൾ, നിന്നെ ഞാൻ മുന്നിൽ നിർത്തി ചെയ്തോളാം പറഞ്ഞിട്ട് പ്രതിഷ്ഠിച്ചതാണ്. പക്ഷെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ മൂപ്പര് ആ ഭഗവാനെ അവിടെ ഇട്ടിട്ട് എസ്കേപ്പായി. എന്നിട്ട് ഇവൻ ചോദിക്കുക, ചേട്ടാ ഇതിനെ എങ്ങനെ ഒഴുക്കുക എന്ന്. ഈ ഭഗവാൻ ഇതിപ്പോഴുള്ള പ്രസൻറ്റ് സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഒന്ന് വലിച്ചു പുറത്തിട്ടു ഇതിനെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് നോൺസെൻസ് അതിൻ്റെ അകത്തിരിക്കുന്നു. അതുകൊണ്ട് ഇതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ ചെല്ലണമെങ്കിൽ ആദ്യം നമ്മൾ അകത്ത് ശക്തരാണ്. സ്വന്തം കോപം, സ്വന്തം ആർത്തി, സ്വന്തം ദുഃഖം, സ്വന്തം അഹങ്കാരം, ഇതിനെയൊക്കെ കീഴടക്കി ഭരിക്കാൻ കഴിഞ്ഞവന് മാത്രമേ ഒരു ജനതയെ ഭരിക്കാൻ പറ്റുള്ളൂ. എന്തിന് സ്വന്തം വീട്ടിൽ തന്നെ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
ആദ്യം അവനവനൊന്ന് കറക്റ്റ് ആവുക, എന്നിട്ട് നമുക്ക് ഉപദേശിക്കാമല്ലോ മറ്റുള്ളവരെ. ഈ അല്ലാത്തവരാണ്. കാരണം ഇന്ന് മെജോറിറ്റി സ്ഥലങ്ങളിലും അവനവൻ്റെ എൻ്റെ തല, എൻ്റെ ഫേസ്, എൻ്റെ ക്ലോസപ്പ്, എൻ്റെ ചിരി, അതിനു വേണ്ടിയിട്ടാണ് പലരും ഇറങ്ങിത്തിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ സമുദായത്തിൽ അതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഒരു വലിയ തലമുറ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അവശേഷിപ്പിച്ച് പോയ ഒരു മൂല്യം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഇപ്പം നമ്മൾ മാധവജി അനുസ്മരിക്കണു, പരമേശ്വർജി അനുസ്മരിക്കണു, അല്ലെങ്കിൽ ഭഗവാനെ തന്നെ അനുസ്മരിക്കണു. എങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ ആദരവ് നമ്മൾ അവരോട് കാണിക്കേണ്ടത്? അവരെന്തിനു വേണ്ടി അവരുടെ ജീവിതത്തിൽ മഹാത്യാഗങ്ങൾ ചെയ്തോ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാ. അല്ലാണ്ട് എന്ത് ട്രിബ്യൂട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്? അത് കൊടുക്കാത്തടത്തോളം ഇതൊക്കെ വെറും പ്രഹസനമായിട്ട് മാറുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പുനർവായനകൾ ചെയ്യേണ്ട ആവശ്യകത വരുന്നത്. അത് ചെയ്താൽ നേരത്തെ സുരേഷ് സാറ് പറഞ്ഞ ആ അപനിർമ്മാണത്തിനെ നമുക്ക് വേരോട് കൂടിയിട്ട് ഇവിടെ പറിച്ചു കളയാൻ പറ്റും, ഒരു സംശയമില്ല. അതുകൊണ്ട് രാമായണം പറയണു, തൻ്റെ ഉള്ളിലെ രാവണനെ ജയിക്കാത്തവന് പുറത്തെ രാവണനെ ജയിക്കാൻ പറ്റില്ല. ആദ്യം നമ്മൾ നമ്മുടെ അകത്ത് ജയിക്കുക, പിന്നെ നമ്മുടെ സമുദായത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജയിക്കുക, സനാതന ധർമ്മത്തിൻ്റെ അകത്തെ പുഴുക്കുത്തുകളെ തോൽപ്പിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ അതിനെ പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യുന്നവരെ നമുക്ക് ജയിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ധർമ്മത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യണത് നമ്മുടെ ആൾക്കാരാണ്. അത് നമ്മൾ വിചാരിക്കും അഭിനവ ബുദ്ധിജീവികളും അഭിനവ എന്താ പറയുക താത്വികന്മാരുമായിട്ടുള്ള ഹിന്ദു നാമധാരികളാണ്. അല്ല, അവരെക്കാട്ടും ഡേഞ്ചറസ് ആയിട്ടൊരു വിഭാഗം ഇവിടെ ഫേസ്ബുക്കിൽ യൂട്യൂബിലുണ്ട്. അവർ കുറിയും ചരടും ഒക്കെ ഇട്ടിട്ടിരുന്നിട്ട് തന്നെ ചെയ്യണം. അവരൊക്കെ തന്ത്രങ്ങൾ ഉപദേശം കൊടുക്കും, അധികാരഭേദമില്ലാണ്ട് എന്തും ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കും. ഏറ്റവും പൊട്ടൻ്റായിട്ടുള്ള ശക്തികളെ എടുത്തിട്ട് അമ്മാനമാടി കളിക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അബദ്ധസഞ്ചാരങ്ങൾക്കൊക്കെ ലൈസൻസാണ് തന്ത്രം എന്ന് പഠിപ്പിക്കും. ഇത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്ത്രവിദ്യാപീഠത്തിൽ അന്ന് ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, അത് ഞാൻ ഇവിടെ ഇനി ആവർത്തിക്കും. നമ്മുടെ അകത്ത് തന്നെ വളർന്നു വരണ ചില ഭക്തിപ്രസ്ഥാനങ്ങൾ നമ്മുടെ മതത്തിനോട് ചെയ്യുന്ന, നമ്മുടെ ധർമ്മത്തിനോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. വൈകാതൊരു കാലഘട്ടത്തിൽ ഇവിടെ ശിവന്റെയും ദേവടിയും അയ്യപ്പന്റെയും മുരുകന്റെയും ക്ഷേത്രങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും. ശിവൻ പിശാചാണെന്ന് പഠിപ്പിച്ചിട്ടാണ് ഗീതാ ക്ലാസ്സിൽ കുട്ടികളുടെ തലയിൽ കയറ്റുന്നത്. എൻ്റെ നേരനുഭവമാണ്. ഞാനത് ശിവപുരാണം മുതുവറയിൽ സത്രം നടക്കുമ്പോൾ 11 ദിവസത്തെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ ലൈവിൻ്റെ അകത്തേക്ക് കയറി വന്ന കമൻറ്റ്, ലൈവ് ചെയ്യണ പയ്യൻ എനിക്ക് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരും. ഞാനത് പല സ്ഥലത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ആ കമൻ്റ് അയച്ച വ്യക്തി പിന്നീട് എന്നെ ഒരിക്കൽ മള്ളിയൂർ വന്ന് കണ്ടു. തിരുനക്കര ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടെ തൊഴാൻ പോയതാണ്. നിങ്ങൾ ചിലവർക്കൊക്കെ കഥ ഞാൻ പറഞ്ഞിട്ട് കേട്ടോ അറിയണ്ടാവും. തിരുനക്കര ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും കൂടെ തൊഴാൻ പോയപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഫാമിലിയിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, ശിവനെ തൊഴില്ല. അവനുണ്ട് വേറെ എവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കണു. അപ്പോൾ ചോദിച്ചു, മോനെ നീ എന്താ ഭഗവാനെ തൊഴാത്ത ചോദിച്ചു. നോ ശിവ ഈസ് എ ഡീമൺ, ശിവൻ പിശാചാണെന്ന്. അയ്യോ ആരാ പറഞ്ഞതെന്ന്? പ്രഭുജി ടോൾഡ് മീ ഇൻ ഗീതാ ക്ലാസ് എന്ന്. നമ്മൾ എന്ത് കണ്ടിട്ടാണ് കണ്ണടച്ചിരിക്കണത്? ഇതാണ് ഹിന്ദു ധർമ്മം എന്നോ? ശിവൻ കള്ളിയം കളഞ്ഞിട്ട് കേരളത്തിന് നിലനിൽക്കാൻ പറ്റുന്നതുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് രാമായണം പറയണത് അകത്ത ശുദ്ധീകരണവും സ്വയംഭരണവുമാണ് സർവഭരണത്തിൻ്റെയും സർവനിയന്ത്രണത്തിൻ്റെയും സർവജയത്തിൻ്റെയും അടിസ്ഥാനം എന്ന്. ഇത് മനസ്സിൽ അരക്കിട്ടുറപ്പിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ മാസമായിരിക്കണം രാമായണ മാസം. എന്ന് വെച്ചാൽ 30 ദിവസം കഴിഞ്ഞാൽ രാമനെ കളഞ്ഞിട്ട് പിന്നെ ഓണക്കാലം, പിന്നെ ഓണക്കാലം. അത് കഴിയുമ്പോഴേക്കും മഹാബലി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്നു. പിന്നെ അമ്മേ ദേവി പറഞ്ഞ് നവരാത്രി കഴിഞ്ഞാൽ അമ്മയും ചവിട്ടി പുറത്താക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമി, പിന്നെ 45 ദിവസം അയ്യപ്പനാണ്. അത് കഴിയുമ്പോഴേക്കും പിന്നെ ആരെങ്കിലുമൊക്കെ പല വകയ്ക്കുള്ളതാണ് ബാക്കിയുള്ള മാസങ്ങൾ. ഇങ്ങനെ നമ്മൾ ഇതാണ് ധർമ്മം. എന്തിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ. ഈ സനാതന ധർമ്മത്തിൽ ഇത്രയധികം ഓപ്ഷൻസ് തന്നിരിക്കണം. നമ്മൾ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ തല്ലിപ്പഴിപ്പിക്കുന്നില്ല, ഇന്ന വഴിക്കേ പോകാവൂ എന്ന് പറഞ്ഞിട്ട്. ആ തന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് കിട്ടിയ അലസതയാണ് നമ്മുടെ അഹങ്കാരം. നമ്മളാരും ഭ്രഷ്ടാക്കില്ല, സമുദായത്തിൽ നിന്ന് പുറത്താക്കില്ല, അമ്പലത്തിൽ പോയില്ല പറഞ്ഞിട്ട്, പഠിക്കാൻ ക്ലാസ്സിന് പോയില്ല അവർ പുറത്താക്കില്ല. അതിൻ്റെ അഹങ്കാരം നമുക്ക്. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ടീനേജിലുള്ള കുട്ടികൾക്ക് എത്ര തന്നെ കൃത്യമായിട്ടുള്ള ആധ്യാത്മിക തലത്തിലുള്ള കൗൺസിലിംഗ് കിട്ടുന്നുണ്ട്. മറ്റ് പദ്ധതികളിൽ അവരുടെ പുരോഹിതന്മാരുടെ അടുത്ത് പോയിട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. നമ്മളുടെ സൗകര്യം ഉണ്ടോ? നമ്മളിവിടെ ഇപ്പം പൂജാരിമാരെ കൗൺസിൽ ചെയ്യേണ്ട അവസ്ഥയിലാണ്. അത് വേറൊരു വലിയ വിഷയമാണ്. അവരുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യം. ഞാനിപ്പോൾ പല സ്ഥലത്തും ദ്രവ്യശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്,
ഈ വിഷമുള്ള ചന്ദനത്തിരി, മോശപ്പെട്ട എണ്ണ കൊടുക്കുന്നത് വഴി നിങ്ങളൊരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഒരാൾക്ക് ക്യാൻസർ പോലൊരു രോഗം ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ അടച്ച ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഇതും ശ്വസിച്ചിട്ട്. ഏറ്റവും വലിയ ഓക്യുപ്പേഷണൽ ഹസാർഡ്സിലൊന്ന് ഇന്ന് കേരളത്തിൽ അമ്പലത്തിലെ ശാന്തിക്കാർക്ക് വരുന്ന ശ്വാസകോശ രോഗങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ. പാറമടയിൽ പണിയെടുക്കണവർക്ക് സിലിക്കോസിസ് വരും എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എ സിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണവർക്ക് എല്ലിന് രോഗം വരും എന്നൊക്കെ പറയണത് പോലെ വലിയ പാപത്തിനാണ് നമ്മൾ കൂട്ടുനിൽക്കുന്നത്. അനവധി തലങ്ങളിൽ നമുക്ക് ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. ഇവിടെ ഞാൻ എപ്പോഴും കൂടുതൽ ഞാൻ സ്പിരിച്വലി പറയുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും സാധാരണ പ്രഭാഷണങ്ങൾ അവനവൻ ചെയ്യേണ്ടതേ പറയാറുള്ളൂ എന്നുള്ളൂ. പക്ഷേ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വേദി അങ്ങനെയല്ല. ഇവിടെ നമുക്ക് വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ തലത്തിൽ, സമൂഹത്തിൻ്റെ തലത്തിൽ, നമ്മുടെ ചുറ്റുമുള്ള ഗ്രാമത്തിൻ്റെ തലത്തിൽ ഒക്കെ നമുക്ക് കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കെട്ടണം. പക്ഷേ ആത്യന്തികമായിട്ട് ഇത്രയേ ഉള്ളൂ. അകത്ത ശുദ്ധി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശുദ്ധി, നമ്മുടെ ചുറ്റുമുള്ളതിലെ ശുദ്ധി, കുടുംബത്തിലെ ശുദ്ധി, ഗ്രാമത്തിലെ ശുദ്ധി, സമാജത്തിലെ ശുദ്ധി, രാഷ്ട്രത്തിലെ ശുദ്ധി, ധർമ്മത്തിനെ പൂർണ്ണമായിട്ടും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണ ഒരു എഫർട്ട് അപ്പുറത്ത് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് പുറത്തും കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. രാമരാജ്യം എങ്ങനെ അകത്ത് കൊണ്ടുവരാമെന്നുള്ളത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പ്രഭാഷണ പരമ്പര വരുന്നുണ്ട്. അത് കുട്ടികൾ തൊട്ടിട്ട് മുതിർന്നവർ വരെ ആർക്കും ഉപകരിക്കാവുന്ന തരത്തിൽ. ഇപ്പോൾ കൃഷ്ണായനം എങ്ങനെയാണോ ചെയ്തത് അതേപോലെ സ്ഥിരം കേൾക്കണവർക്കറിയാം. കൃഷ്ണായനം ഇപ്പോൾ പല നഗരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ കഴിഞ്ഞു, ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ഡൽഹി ആയിരിക്കും. എല്ലാം രണ്ട് ദിവസം വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള ഗീത എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുക. അതേമാതിരി പഠിക്കേണ്ടതുണ്ട് രാമൻ്റെ രാഷ്ട്രസങ്കല്പം. ആ രാഷ്ട്രസങ്കല്പം വെറും ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയിൽ മാത്രമല്ലാതെ അകത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ അത് പൊളിറ്റിക്കലി പുറത്ത് സ്ഫുരണം ഉണ്ടാവുള്ളൂ, അതിൻ്റെ സാക്ഷാത്കാരം സംഭവിക്കുള്ളൂ. അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവിടുത്തെ ഉദ്ദേശം. കാരണം ഇന്ന് അനവധി രോഗങ്ങളുണ്ട്. മനുഷ്യൻ കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ ഇന്ന് നമ്മുടെ സമാജത്തിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ പരിഹാരങ്ങൾ പുരാതനമാണ്, സനാതനമാണ്. സനാതനവും പുരാതനവുമായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഭയക്കേണ്ടതെന്ന്. അതുകൊണ്ട് കർണാടകത്തിലെ രാമായണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് വെറും 30 ദിവസത്തെ ചടങ്ങായിട്ട് മാറിയിട്ട് നേരത്തെ പവൻ സാർ പറഞ്ഞതുപോലെ ഇതിനു മുൻപും ഇതിവിടെ ഉണ്ടായിരുന്നു. രാമായണത്തിന്റെ വിഷയം, രാമായണം വായിക്കുക കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അത് ചിന്നാനന്ദ സ്വാമിയുടെ ആഹ്വാനത്തിൽ പരമേശ്വർജിയും മാധവജിയും ഒക്കെ 82 അതിനെ ഒരു മൂവ്മെന്റ് ആക്കി കൊണ്ടുവന്നു. അന്ന് അതിനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തിട്ട് എഴുതിയ പത്രങ്ങൾ ഇന്ന് എല്ലാ ദിവസവും 30 ദിവസവും രാമായണം കോമഡി ചെയ്യുന്നുണ്ട് ബുദ്ധിജീവികളുണ്ട്. അതൊക്കെയാണ് കാലം വരുന്ന കോമഡികളാണ് സത്യം പറഞ്ഞു അല്ലെ. അതുകൊണ്ട് നമ്മുടെ കൺവിക്ഷൻസിൽ ഉറച്ചു നിൽക്കുക, മുന്നോട്ട് പോവുക, നമുക്ക് പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കുക, ഒപ്പം നമ്മുടെ ഉള്ളിൽ ശുദ്ധമാക്കി വയ്ക്കുക. രാമനിൽ നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠമാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വയം ഉദരണം കൊണ്ടുവരിക. അകത്ത് ഓട്ടോണമി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അകത്ത് ക്ലൈൻലിനെസ്, ശുദ്ധി, പ്യൂരിറ്റി ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാമൻ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ കൊണ്ടുവരും. ഇത് തന്നെയാണ് രാമരാജ്യത്തിന്റെ വിജയഭാവം. അത് മനസ്സിലാക്കാൻ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ പാരായണം വെറും ശബ്ദം മാത്രമായിട്ട് അവശേഷിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു വ്രതം പോലെ തന്നെ എടുക്കാം. രാമരാജ്യത്തിനെ നമ്മൾ പുറത്ത് തരയില്ല, അതിനെ നമ്മുടെ ഉള്ളിൽ പണിതുയർത്തും. ഓരോ ഹൃദയവും ഓരോ വൈവിധ്യവും. നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രം, നമ്മുടെ മനസ്സാകുന്ന ക്ഷേത്രം, നമ്മുടെ ആത്മാവാകുന്ന ക്ഷേത്രത്തിന് ഇത് മൂന്നും സംരക്ഷിക്കണം. അതാണ് ശരിക്കും ആദ്യത്തെ ക്ഷേത്ര സംരക്ഷണം. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദൃഢമാകുന്ന ക്ഷേത്രം, സമാജമാകുന്ന ക്ഷേത്രം, ധർമ്മമാകുന്ന ക്ഷേത്രം. അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് നമ്മുടെ ഫിസിക്കൽ ഫോമിൽ ക്ഷേത്രം. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലും ഓട്ടോമാറ്റിക്കലി ആചാരങ്ങൾ അതിൻ്റെ സർവ്വവിധ ശുദ്ധിയോടുകൂടി കാലികമായും ദോഷമില്ലാതായിരിക്കും. അതൊരു സംശയമില്ല. ഈ ചെറിയ എന്താ പറയുക, സാറ് ആവശ്യപ്പെട്ടോട് മാത്രമേ ഞാൻ ഇത്രയും ദീർഘിപ്പിച്ച് പറഞ്ഞത്. ശരിക്കും അങ്ങനത്തെ ഒരു വിപുലമായിട്ട് പ്രഭാഷണത്തിലൂടെ വേദിയൊന്നും അല്ലാതെ നന്നായിട്ട്, എന്നാലും എൻ്റെ ചില തോട്ട്സ് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഇത് യോജിപ്പുണ്ടാവാം, ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞെങ്കിൽ ഗുരുവായൂരപ്പം പറഞ്ഞിട്ടാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞത് എൻ്റെ മാത്രമാണ്. നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പൻ തന്നെയായിട്ടുള്ള ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പാദങ്ങളിൽ ഈ പ്രഭാഷണത്തെ സാഷ്ടാംഗം നമസ്കരിച്ചോളൂ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നാരായണ.